ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. യൂണിറ്റ് 5 മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. എന്താണ് ഒരു ഫങ്ഷന്? ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ഇറ്റ് റിലേറ്റ്സ് ഈച്ച് എലമെന്റ് ഓഫ് എ സെറ്റ് എക്സാക്ട്ലി വൺ എലമെന്റ് ഓഫ് അനദർ സെറ്റ്. എന്താണ്? രണ്ട് സെറ്റ് ഉണ്ടാകും. ആ രണ്ട് സെറ്റിലെ എലമെന്റ്സുകൾ തമ്മിൽ എന്താണ് കണക്ട് ചെയ്യാന്ന് പറയുന്നത്. ഒരു സെറ്റത്തെ എലമെന്റും മറ്റൊരു സെറ്റത്തെ എലമെന്റും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട് എന്നാ പറയണത്. അതിനാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിലേറ്റ്സ്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷന് രണ്ട് സെറ്റത്തെ എലമെന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാണെന്നാണ്. ഇറ്റ് റിലേറ്റ്സ് ഈച്ച് എലമെന്റ് ഓഫ് എ സെറ്റ് എക്സാക്ട്ലി വൺ എലമെന്റ് ഓഫ് അനദർ സെറ്റ്. രണ്ട് സെറ്റുകളിലെ എലമെന്റ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് എന്ത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? അങ്ങനെയുള്ളതാണ് എന്ത്? ഒരു എക്സ് സ്ക്വയർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ. ഇപ്പോൾ നോക്കി, അതിന് മുമ്പ് രണ്ട് പോയിന്റും കൂടെ പറയാം. ഈച്ച് എലമെന്റ് ഇംപ്ലൈസ് എവറി എലമെന്റ് ഇൻ എ സെറ്റ് സേ എക്സ് ഈസ് റിലേറ്റഡ് ടു സം എലമെന്റ് ഓഫ് അനദർ സെറ്റ് സേ വൈ. ഈച്ച് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് എക്സത്തെ ഏതെങ്കിലും എലമെന്റും വൈ എന്നുള്ള സെറ്റത്തെ ഏതെങ്കിലും എലമെന്റ് തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട് എന്നാ പറയണത്. അടുത്താണ് എക്സാക്ട്ലി വൺ ഇംപ്ലൈസ് ദാറ്റ് എ ഫംഗ്ഷൻ ഈസ് സിംഗിൾ വാല്യൂഡ്. എക്സാക്ട്ലി വൺ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് രണ്ട് സെറ്റിനെ കണക്ട് ചെയ്യണത്. അതെന്താണ്? സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. അതായത് f(3) = 8 or 9 അതെന്ന് പറയുന്നത് എന്തല്ല? ശരിയല്ല. ഏതെങ്കിലും f(3) എന്ന് പറയുന്നത് 8 ആവണം, അല്ലെങ്കിൽ 9 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒന്നേ പറ്റുള്ളൂ. അതല്ലാതെ ഓർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു ഇതൊന്നും അവിടെ വരാൻ പാടില്ല. അപ്പൊ എന്താണ്? ഓരോ എലമെന്റ് എന്ന് പറയുന്നത് സെറ്റ് എക്സത്തെ എലമെന്റും സെറ്റ് വൈത്തെ എലമെന്റും ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കൊണ്ട് നമ്മൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ്. അതാണ് എക്സാക്ട്ലി വൺ, ഏതെങ്കിലും ഒന്ന് എന്ന് പറയണത്. അതേപോലെ തന്നെ എക്സാക്ട്ലി ഈച്ച് എലമെന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി വൺ എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് എമൗണ്ട് ആയിരിക്കണം. അപ്പൊ എന്തെങ്കിലും ഒരു എക്സ് സ്ക്വയർ എന്നാണെങ്കിൽ എക്സ് സ്ക്വയർ എന്നായിരിക്കണം, അങ്ങനെ പറയണത്. ഏതെങ്കിലും ഒരു കറക്റ്റ് എമൗണ്ട് ആയിരിക്കണം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഈ പറഞ്ഞത് ഒരു എക്സാമ്പിൾ രൂപത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അതിൽ 1 2 3 4 5 ആണ് എന്ത്? എ എന്ന് പറയുന്ന സെറ്റ്. ഇനി അത് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന്, എക്സ് സ്ക്വയർ എന്നൊരു പറയുന്ന ഫംഗ്ഷൻ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? ബിയിലുള്ളത്. 1 എന്ന് പറയുന്നത് 1 സ്ക്വയറിലൂടെ കടന്നു പോകുമ്പോൾ 1 എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് 1 എന്ന് പറയുന്ന ഔട്ട്പുട്ട്, ബിത്തെ സെറ്റത്തെ ഔട്ട്പുട്ട് 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അടുത്തത് നോക്കാം. 2 എന്ന് പറയണ എയില് 2 എന്ന് പറയണ എലമെന്റ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന് കൂടി കടന്നു പോകുമ്പോൾ 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4. അപ്പൊ 4 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 3x സ്ക്വയർക്ക് കടന്നു പോകുമ്പോൾ 9 കിട്ടും. 4x സ്ക്വയർ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് 16 കിട്ടും. 5x സ്ക്വയർ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് 25 കിട്ടും. ഇങ്ങനെയാണ് എ എന്ന് പറയുന്നത് ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ്. ഈ എ എന്ന് പറയുന്ന സെറ്റത്തെ എലമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാണ്? എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ ബി എന്ന് പറയുന്ന സെറ്റത്തെ ഔട്ട്പുട്ട് ഏതെന്താണ്? ഇൻപുട്ട് ആണ്. ബിയിൽ നമുക്ക് കിട്ടുന്ന എക്സ് സ്ക്വയർ കൂടി ഫംഗ്ഷനിൽ കൂടി കടന്നു പോയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് എന്ത്? ബിത്തെ എലമെന്റ്സ് എന്ന് പറയണത്. എവറി എലമെന്റ് ഇൻ എ ഈസ് റിലേറ്റഡ് ടു വൈ. നമുക്കറിയാം എയിലുള്ള എല്ലാ എലമെന്റും എന്താ? ബി, സോറി ഇവിടെ വൈ അല്ല ബി ആണ് കേട്ടോ. എന്താ? എന്നുള്ള എല്ലാ എലമെന്റും ബിയുമായിട്ടുള്ള എലമെന്റുമായിട്ട് എന്താണ്? റിലേറ്റഡ് ആണെന്നാ പറയണത്. നോ എലമെന്റ് ഓഫ് എ ഹാസ് 2 or more റിലേഷൻഷിപ്പ്. എന്താ? എയിലുള്ള എലമെന്റിന് രണ്ടോ രണ്ടിലധികം എന്തുണ്ട്? റിലേഷൻഷിപ്പ് ഇല്ല എന്നാ പറയണത്. ഓക്കെ, അടുത്തതാണ് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള രണ്ട് റൂൾ നമ്മൾ പറഞ്ഞു. എക്സാക്ട്ലി വണ്ണും അതേപോലെ ഈച്ച് എലമെന്റ് എന്ന് പറയുന്നത് പറഞ്ഞു. ഇഫ് എ റിലേഷൻഷിപ്പ് ഡസ് നോട്ട് ഫോളോ ദീസ് 2 റൂൾസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. നമ്മൾ ഈ പറഞ്ഞ എക്സാക്ട്ലി വൺ ഈച്ച് എലമെന്റ് എന്ന് പറയുന്ന രണ്ട് റൂള് നമ്മൾ പറഞ്ഞില്ലേ? ആ പറഞ്ഞ റൂള് രണ്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, ആ രണ്ട് റൂളും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതെന്തല്ല എന്നാണ്? ഇതൊരു ഫംഗ്ഷൻ അല്ല. ഇതിലുള്ള എലമെന്റ്സ് ഒക്കെ എന്താണ്? ഓർഡേർഡ് ആയിട്ട് ഓർഡേർഡ് പെയർസ് ആണ് എന്ത്? ഇതിലുള്ള എലമെന്റ്സുകളെല്ലാം എന്നാ പറയണത്. എന്താ? നമ്മളൊരു നിശ്ചിത യൂണിറ്റ് നമ്മളൊരു സ്ക്വയറിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ഔട്ട്പുട്ട് കിട്ടി. ഇനി അടുത്തതാണ്
അടുത്ത നമുക്ക് ഇത് വെച്ചിട്ട് ഇതിന്റെ ഡൊമൈന്, കോ ഡൊമൈന്, റേഞ്ച് അതൊക്കെ എന്താന്ന് നോക്കാം. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് എ ഇസ് ദ ഡൊമൈൻ, ഇൻപുട്ട് സെറ്റ്. അതായത് നമ്മൾ കൊടുത്ത ഈ ഇൻപുട്ട് സെറ്റ് ഇല്ലേ, ഈ സെറ്റാണ് എന്ത് ഡൊമൈൻ എന്ന് പറയുന്നത്. സെറ്റ് എ ആണ് ഇൻപുട്ട്. അതായത് സെറ്റ് എനെ നമ്മൾ ഇൻപുട്ട് സെറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്? എ അല്ലേ? അതിനാണ് എന്ത് ഡൊമൈൻ എന്ന് പറയാ. ദെൻ കോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് വൈ ഈസ് ദ കോ ഡൊമൈൻ. ഈ സെറ്റ്, ഈ വൈ എന്ന് പറയുന്ന ഈ സെറ്റില്ലേ, ഈ സെറ്റിനെ നമ്മൾ എന്ത് പറയും? കോ ഡൊമൈൻ എന്ന് പറയും. ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് സെറ്റ്. റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എലമെന്റ്സ് ദാറ്റ് ഗെറ്റ് പോയിന്റഡ് ഇൻ വൈ, ദ ആക്ച്വൽ വാല്യൂ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫംഗ്ഷൻ. റേഞ്ച് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഈ 1 തൊട്ട് 25 വരെ ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടത്. അതായത് ഫംഗ്ഷന് പ്രയോഗിച്ചിട്ടുള്ള, എന്നിട്ട് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്, അതിനാണ് നമ്മൾ എന്ത് പറയാ? റേഞ്ച് എന്ന് പറയാ. എന്താണ് ഇതിൽ നമുക്ക് ഇവിടെ 36, 49 ഇത് രണ്ടും എന്ത് ചെയ്തിട്ടില്ല? ഒരു ഫംഗ്ഷൻ ഇവിടെ ഇല്ല. ഫംഗ്ഷൻ അല്ല, എയില് അതിനുള്ള എലമെന്റ് ഇല്ല. ഫംഗ്ഷനെ കൂടി കടന്നു പോകുമ്പോൾ ഇവിടെ ഈ എലമെന്റ്, ഈ പോയിന്റിനാണെന്നില്ല, ഇവിടെ ഏതേലും 2-3 നമ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അതെന്തല്ല, ഇവിടെ നമുക്ക് ഒന്നുമില്ല. ഇവിടെ ബാലൻസ് വന്ന എമൗണ്ട്സ് ആണ്. ഇതിന് മൊത്തത്തിൽ പറയണതാണ് എന്ത്? ഈ ഫംഗ്ഷന് കടത്തി വിടാത്തതിനെയും എല്ലാത്തിനും കൂടെ പറയണ പേരാണ് എന്ത്? കോ ഡൊമൈൻ എന്നും. അതേപോലെ തന്നെ ഫംഗ്ഷൻ നടന്നത് ഈ 25 വരെ ഉള്ളതല്ലേ, അതിനെ നമ്മൾ റേഞ്ച് എന്നാണ് പറയണത്. എന്താണ്? ദ സെറ്റ് ഓഫ് എലമെന്റ്സ് ദാറ്റ് ഗെറ്റ് പോയിന്റഡ് ഇൻ വൈ. വൈ അല്ല, സോറി, അവിടെ എന്താണ്? ബി ആണ് കേട്ടോ. അതായത് ഏതൊക്കെ എലമെന്റ്സിനാണോ എയിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ആൻസർ കിട്ടിയത്, അതിനെയാണ് എന്ത്? റേഞ്ച് എന്ന് പറയണത്. ആ ഫംഗ്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയതാണ് എന്ത്? റേഞ്ച് എന്ന് പറയണത്. ഇവിടെ നമുക്ക് കിട്ടാത്തത് 2 കൂടെ ഉണ്ട്. ഇതിന് മൊത്തത്തിൽ പറയണത് ഡൊമൈൻ എന്നും, ഇതിൽ ഫംഗ്ഷനിൽ കൂടെ കടന്നു പോയിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട്സിന് നമ്മൾ റേഞ്ച് എന്നാ പറയണത്. അപ്പൊ ഡൊമൈന്, കോ ഡൊമൈന്, റേഞ്ച്, ഈ 3 എന്താന്ന് മനസ്സിലായില്ലേ? ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റത്തെ സെറ്റ്, അതിന് ഇൻപുട്ട് സെറ്റ് എന്നും പറയും. അതിനാണ് എന്ത്? ഡൊമൈൻ എന്ന് പറയാം. കോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടല്, ബി എന്ന് പറയുന്ന അനദർ സെറ്റ്, അതിനാണ് കോ ഡൊമൈൻ എന്ന് പറയാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണോ ഫംഗ്ഷനിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് കിട്ടിയത്, അത് നമ്മൾ റേഞ്ച്. ഇവിടെ 1 to 25 ആണ് നമുക്ക് കിട്ടിയത്, അതാണ് എന്ത്? റേഞ്ച് എന്ന് പറഞ്ഞാല്. അടുത്താണ് ഫംഗ്ഷൻ ഈസ് യൂണിക്കലി റെപ്രസെന്റ് ബൈ ഇറ്റ്സ് ഗ്രാഫ് വിച്ച് ഈസ് അറ്റ് ഓർഡർഡ് പയേഴ്സ്. നമ്മൾ പറഞ്ഞു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഗ്രാഫിലൂടെയാണ്. A function is explicit when it shows us how to go directly from independent input x to dependent output to y. എന്താണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാല്? എക്സിൽ നിന്നും വൈയിലേക്ക് നേരിട്ട് പോകണമെന്ന് കാണിക്കുന്നതാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻപുട്ട് എക്സിൽ നിന്നും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വൈയിലേക്ക് എങ്ങനെയാണ് ഡയറക്റ്റ്ലി ഹൗ ടു ഗോ, എങ്ങനെയാണ് പോകുന്നത് എന്ന് കാണിക്കുന്നതാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്. എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് വാല്യൂ ആയ എക്സിൽ നിന്നും ഡിപ്പെൻഡന്റ് വാല്യൂ ആയ വൈയിലേക്ക് എങ്ങനെ ഡയറക്റ്റ്ലി എങ്ങനെ അത് പോകുന്നു എന്ന് കാണിക്കുന്നതാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാല്. അതിന്റെ ഇതാണ് x³ - 5. You know x, then you can find y. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നിന്നും എക്സ് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വൈ കണ്ടുപിടിക്കാം. y = f(x) അങ്ങനെയുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈനെ ഫൈൻഡ് ചെയ്യാൻ കഴിയും. എന്നാൽ അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? is one where the independent input and its dependent output are not given directly. ഇൻഡിപെൻഡന്റ് ഇൻപുട്ടും അതേപോലെ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ. എക്സ്പ്ലിസിറ്റ് അല്ല, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നേരിട്ട് കാണാൻ കഴിയില്ല ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. x²ന്റെ ഒരു എക്സാമ്പിൾ ആണ് x² - 5xy + y³ = 0. ഇവിടെ എന്താണ്? നമുക്ക് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഡയറക്ട്ലി ഫ്രം എക്സ് ടു വൈ. എക്സ് നിന്ന് വൈയിലേക്ക് പോകുന്നത് നമുക്ക് എന്താണ്? ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മള് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിപ്പെൻഡന്റ് വാല്യൂ, ഇൻഡിപെൻഡന്റ് ഇൻപുട്ടിൽ നിന്നും ഡിപ്പെൻഡന്റ് ഔട്ട്പുട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഫൈൻഡ് ചെയ്യാൻ കഴിയും. ഡയറക്റ്റ്ലി അതിനെന്ത് ചെയ്യാൻ കഴിയും? ഹൗ ടു ഗോ ഡയറക്റ്റ്ലി എങ്ങനെയാണ് കണ്ടെത്താന്ന് കഴിയും. അതിനെയാണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
എന്നാൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനെയാണ് എന്ത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു. ഫംഗ്ഷൻ എന്താണ്? രണ്ട് സെറ്റ് എലമെന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യണ ഒന്നാണ് എന്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. അതേപോലെ തന്നെ റേഞ്ച് എന്താ, ഡൊമൈന്, കോഡൊമൈന്, റേഞ്ച് എന്താന്ന് പറഞ്ഞു. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്താണെന്നും എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്താണെന്നും പറഞ്ഞു. അടുത്താണ് നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ, ഏതൊക്കെ തരത്തിലുണ്ട് ഫംഗ്ഷൻസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യണത്. ഫംഗ്ഷൻ ടൈപ്സ് രണ്ട് ബ്രോഡ് ഗ്രൂപ്പായിട്ട് ഫംഗ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആൾജിബ്രായിക് ഫംഗ്ഷൻസും, രണ്ട് ട്രാൻസെൻഡൽ ട്രാൻസ്ഡെൻഡൽ ഫംഗ്ഷനും. ഓക്കെ, ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്. there is a group of functions called algebraic function. algebraic function എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫംഗ്ഷനെ പറയുന്ന പേരാണ് ആൾജിബ്രായിക് ഫംഗ്ഷൻ. അതിൽ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഓരോന്ന് എന്താന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പോളിനോമിയൽ ഇൻ ദ വേരിയബിൾ എക്സ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ്. പോളിനോമിയൽ ഫംഗ്ഷനിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. അതിനെങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എൻ എക്സ് റൈസ് ടു എൻ എ എൻ പ്ലസ് എ എൻ മൈനസ് 1 എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എ 2 എക്സ് റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് എ 1 ഇൻ എ 1 എക്സ് പ്ലസ് എ 0. ഇങ്ങനെയുള്ളൊരു എക്സിന്റെ ഒരു എക്സ് അതിന്റെ റിട്ടേൺ ഫോമാണ്, എഫ് ഓഫ് എക്സിന്റെ റിട്ടേൺ ഫോമാണ് ഇതെന്ന് പറഞ്ഞത്. ഇതില് എ എൻ മൈനസ് 1 എ 2 എ 1 എ 0 എന്ന് പറയുന്നതൊക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് അതൊക്കെ. അതേപോലെ തന്നെ the highest power of x is the leading term and an xn and an is the leading coefficient. highest power എന്ന് പറയുന്നത് ലീഡിങ് ടേമും അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലീഡിങ് ടേം ആണ്. എ എൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ ഇതിൽ ഏറ്റവും ലീഡിങ് എന്ന് പറയുന്നത് ഇതാണ്, എ എൻ എക്സ് റൈസ് ടു എൻ ആണ്. ഇതിലെന്ത്? ലീഡിങ് കോഎഫിഷ്യന്റ് എ എൻ ആണ്. ലീഡിങ് ടേം ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ആണ്. എന്ത്? പവറിന്റെ മുകളിലുള്ള ഏറ്റവും ഹയസ്റ്റ് പവറുള്ള ഈ എൻ എന്നാണ് ഇതിന്റെ എക്സ് റൈസ് ടു എൻ, ഇതാണ് ഇത് ഹയസ്റ്റ് പവർ. ആ ഹയസ്റ്റ് പവർ ഓഫ് എക്സിനെ എന്താണ്? ലീഡിങ് ടേം എന്നാ പറയാ. അതേപോലെ തന്നെ എ എന്നിനെ ലീഡിങ് കോഎഫിഷ്യന്റ് എന്നാ പറയാ. അടുത്താണ് ദ ഡിഗ്രി ഓഫ് പോളിനോമിയൽ ഇസ് ദ പവർ ഓഫ് എക്സ് ഇൻ ദ ലീഡിങ് ടേം ഡിഗ്രി എൻ. ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് പവറിന്റെ എക്സിന്റെ പവർ ആണ് എന്ത്? ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് അതാണെന്ത്? ലീഡിങ് ടേം. അതായത് എൻ ഇല്ലേ, എൻ ആണെന്ത്? പവർ ഓഫ് എക്സ് എന്ന് പറയണത്. ഹയസ്റ്റ് പവർ ആണെന്ത്? ഈ എക്സ് റൈസ് ടു എൻ എന്ന് പറയണത്. ഡിഗ്രി 0, 1, 2 ആർ പോളിനോമിയൽസ് വിച്ച് ആർ കോൺസ്റ്റന്റ്. അതേപോലെ ഡിഗ്രി 3, 4, 5 ആർ പോളിനോമിയൽസ് വിത്ത് സ്പെഷ്യൽ നെയിംസ് ക്യൂബിക്, കോട്ടിക് ആൻഡ് കോണിക് ഫംഗ്ഷൻസ്. ഡിഗ്രീസ് ആയിട്ടുള്ള 0, 1, 2 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതേപോലെ 3, 4, 5ന് വേറെ ടേംസുകൾ അതിന് പറയും. അങ്ങനത്തെ പോളിനോമിയൽസിന് വേറെ ടേംസ് പറയുന്നതാണ് ക്യൂബിക്, കോർട്ടിക് ആൻഡ് കോണ്ടിക് ഫംഗ്ഷൻസ് എന്ന് പറയും. ഇനി പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി n ഗ്രേറ്റർ ദാൻ 5 ആർ കാൾഡ് nth ഡിഗ്രി പോളിനോമിയൽസ്. അതിനെ nth ഡിഗ്രി പോളിനോമിയൽസ്, ഗ്രേറ്റർ ദാൻ 5ന് nth ഡിഗ്രി പോളിനോമിയൽസ് എന്ന് പറയും. അടുത്ത നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഏതാണ് ലീഡിങ് ടേം, ഏതാണ് കോൺസ്റ്റന്റ്, ഏതാണ് ലീഡിങ് ടേം, ഏതാണ് ഡിഗ്രി ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എക്സാമ്പിളിലൂടെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നോക്ക്. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ ആണ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി. ഇതിൽ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ടേം ഏതാണ്? എ എക്സ് ക്യൂബ്. ഈ 3 അല്ലേ ഇതിന്റെ ലീഡിങ് ടേം എന്ന് പറയണത്. അതായത് എക്സ് ക്യൂബ് അല്ലേ, എ എക്സ് ക്യൂബ് അല്ലേ ഇവിടെ ലീഡിങ് ടേം ആയിട്ടുള്ളത്. ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അടുത്തത് നോക്കുക, എ എക്സ് സ്ക്വയർ പ്ലസ് ബി. ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ലീഡിങ് ടേം ഏതാണ്? എ എക്സ് ആണ്. അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഇതിൽ ഏറ്റവും വലിയ ഡിഗ്രി എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ്. അതിന്റെ ലീഡിങ് ടേം എ എക്സ് ആണ്. ഇവിടെ ലീഡിങ് ടേം എന്ന് പറയുന്നത് ഏതാണ്? എ എക്സ് തന്നെയാണ്. അതിന്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. അപ്പൊ ലീഡിങ് ടേം എന്താണെന്നും അതിന്റെ ഡിഗ്രി എന്താണെന്നും മനസ്സിലായില്ലേ? അടുത്താണ് ഒരു എക്സാമ്പിൾ നോക്കുക, 5x സ്ക്വയർ പ്ലസ് 8y പ്ലസ് 2. ഇതില് 2 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്.
5ഉം 8 എന്ന് പറയുന്നത് എക്സിന്റെയും വൈൻ്റെ ഒക്കെ എന്താണ് കോഎഫിഷ്യന്റ് ആണ്. 5നും 8നും ഒക്കെ പറയുന്നതാണ് എന്ത് കോഎഫിഷ്യന്റ്. 2 പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അടുത്ത കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എന്താണ് കോൺസ്റ്റന്റ് നോക്കാം. It is a linear function for which the range does not change no matter which member of the domain is used. ഇതിന്റെ റേഞ്ച് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ റേഞ്ചിൽ എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല. നമ്മൾ ഏത് വാല്യൂ ആണ് ഇൻപുട്ടായി കൊടുത്തത് അതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്താണ് നമ്മൾ സെയിം ആയിരിക്കും എന്നാ പറയുന്നത്. ഇതിൽ എന്തില്ല, മാറ്റം വരില്ല. ഇറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. ഇതൊരു ലീനിയർ ആണ്. ആൻഡ് ദ റേഞ്ച് ഡസ് നോട്ട് ചേഞ്ച്. അതിന്റെ റേഞ്ച് എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല. നോ മാറ്റർ വിച്ച് മെമ്പർ ഓഫ് ദ ഡൊമൈൻ ഈസ് യൂസ്ഡ്. ഏത് ടൈപ്പ് ഓഫ് ഡൊമൈൻ ആണ് നമ്മൾ, ഏത് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ആണ് നമ്മൾ യൂസ് ചെയ്തത്, അത് വെച്ചിട്ടൊന്നും നമ്മളിത് എന്ത് ചെയ്യില്ല, ഇതിലത്തെ എലമെന്റ്സിൽ എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല, മെമ്പേഴ്സിൽ മാറ്റം വരില്ല എന്നാ പറയണത്. അതിൻ്റെ ഒരു ഗ്രാഫാണ് കണ്ടോ. ഇതിനെങ്ങനെ ലീനിയർ ആണ്. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ ആണ്. അതെന്താണ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ അമൗണ്ട്സ് ഒക്കെ എന്താണ് കോൺസ്റ്റന്റ് ആണ്. അടുത്താണ് ലീനിയർ ഫംഗ്ഷന്. ഹൂസ് ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. ലീനിയർ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് ലീനിയർ a linear function has the following form: y equal to f of x is equal to a plus bx. ഇതിന്റെ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണ് അതിന്റെ ഫോം. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രാഫ് എങ്ങനെയായിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫംഗ്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൾജിബ്രായിക്കും ട്രാൻസെൻഡന്റലും ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആൾജിബ്രായിക്ക് എന്ന് പറയുന്നത് കുറെ ഗ്രൂപ്പ് ഓഫ് ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത്, ആൾജിബ്രായിക് ഫംഗ്ഷന്. അതിൽ ആദ്യത്തെ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ പറഞ്ഞു, അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറഞ്ഞു, ലീനിയർ ഫംഗ്ഷൻ പറഞ്ഞു. ഓക്കെ, അടുത്തൊരു ടൈപ്പ് ഫംഗ്ഷൻ ആണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അങ്ങനെയുള്ള ഒരു ഫോമിലുള്ള ഫംഗ്ഷനെ പറയണ പേരാണ് എന്ത്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. അതായത് 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് ബി പ്ലസ് 2 എന്നൊക്കെ പറയണത് എന്താണ്, അതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ്. ഇങ്ങനെയുള്ള ഒരു ഫോമിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അങ്ങനെയുള്ള ഒരു ഫോമിലുള്ള ഫംഗ്ഷനെ പറയണ പേരാണ് എന്ത്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിലെ എയും ബിയും സി എന്ന് പറയുന്നത് എന്താണ്, നമ്പേഴ്സ് ആയിരിക്കണം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. 0ക്ക് ഈക്വൽ ആവരുത്. അതിലേത് എ എന്ന് പറയുന്നത്, എ ബി സി ഒക്കെ എന്താണ് കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ല, എയും ബിയും സി എന്ന് പറയുന്ന നമ്പേഴ്സ് ആയിരിക്കും. അതിൽ എ എന്ന് പറയുന്നത് 0ക്ക് ഈക്വൽ ആവരുത്. ഓക്കെ, അടുത്താണ് റാഷണൽ ഫംഗ്ഷന്. റാഷണൽ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ഈസ് ആൻ ആൾജിബ്രായിക് ഫ്രാക്ഷൻ such that both numerator and denominator are polynomials. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ആൾജിബ്രായിക് ഫംഗ്ഷൻ ആണ്. അതിൽ ന്യൂമറേറ്ററും അതേപോലെ തന്നെ അതിന്റെ ഡിനോമിനേറ്ററും എന്തായിരിക്കും, പോളിനോമിയൽസ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ആർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x5 പ്ലസ് 4x സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 9 ഈസ് എ റാഷണൽ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ പോളിനോമിയൽസ്. ഇതെന്താണ്, ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഫംഗ്ഷൻ ആണ്. അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണ്, പോളിനോമിയൽ ആണ്. അതേപോലെ തന്നെ ദ വാല്യൂ ഓഫ് ഡിനോമിനേറ്റർ ഈസ് നോട്ട് ഈക്വൽ ടു 0. അതിലെ ഡിനോമിനേറ്ററിന്റെ വാല്യൂ എക്സ് നോട്ട് 0 നോട്ട് ഈക്വൽ ആവരുത്. വേറൊരു എക്സാമ്പിൾ ഒക്കെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ്, വേർ ക്യൂ ഓഫ് എക്സ് എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു 0. അടുത്താണ് പീസ് വൈസ് ഫംഗ്ഷൻ. പീസ് വൈസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺ എ സീക്വൻസ് ഓഫ് ഇന്റർവെൽസ്. ഒരു സീക്വൻസ് ഓഫ് ഇന്റർവെല്ലിലൂടെ ഡിഫൈൻ ചെയ്യുന്നതാണ് പീസ് വൈസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് എക്സ്, അവിടെ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0. അതിൽ എക്സിന്റെ വാല്യൂ 0ക്ക് താഴെ ആയിരിക്കും. അതേപോലെ 0 ആണെങ്കിൽ അതെന്താണ്, എക്സ് എന്ന് പറയുന്നത് 0 ആണെന്ന് അർത്ഥം. പോസിറ്റീവ് എക്സ് ആണെങ്കിൽ അവിടെ എക്സിന്റെ വാല്യൂ 0നേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഫോമിലാണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്. അതിൽ എയും ബിയും സിയും എന്താണ്, നമ്പേഴ്സ് ആണ്. അതിൽ എ 0ക്ക് ഈക്വൽ ആവരുത്. രണ്ടാമത് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അതിൻ്റെയാണ് പി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ക്യൂ ഓഫ് എക്സ്. അതെന്താ വരുന്നത്, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആണ്. ആൾജിബ്രായിക് ഫംഗ്ഷൻ ആയിട്ടുള്ള ഡിനോമിനേറ്റർ അതേപോലെ ന്യൂമറേറ്റർ ഒക്കെ എന്താണ്, പോളിനോമിയൽസ് ആണ്. അതിൽ ഡിനോമിനേറ്റർ അതായത് ക്യൂ ഓഫ് എക്സ് ഒക്കെ എന്താ വരുന്നത്, 0ക്ക് ഈക്വൽ ആവരുത്. അടുത്ത എന്താണ്, പീസ് വൈസ് ഫംഗ്ഷന്. അതൊരു സീക്വൻസ് ഓഫ് ഇന്റർവെൽസിനെ ഡിഫൈൻ ചെയ്യണതാണ്. നെക്സ്റ്റ് നോക്കാം പവർ ഫംഗ്ഷന്.
എന്താണ് ഒരു പവർ ഫംഗ്ഷന്? ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ഇൻ ദ ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് റൈസ് ടു പി. ആ ഒരു ഫോമിൽ എഴുതുന്നതിനാണ് അത് പവർ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ പി എന്ന് പറയുന്നത് കെ എക്സ് ഇവിടെ പി കൊടുത്തില്ല, അതാണ് എന്ത് ആ കെ എക്സിന്റെ പവർ, അതാണ് എന്ത് പവർ ഫംഗ്ഷന്. വേർ കെ ആൻഡ് പി ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് കെ ഈസ് നോൺ ആസ് ദ കോഎഫിഷ്യന്റ്. കെയും എന്താണ്, കെ എന്ന് പറയുന്നത് അവിടെ കെയും പിയും റിയൽ നമ്പേഴ്സ് ആണ്, കെ ആണ് എന്ത് പിന്റെ ഒക്കെ കോഎഫിഷ്യന്റ്. ദ കോൺസ്റ്റന്റ്, ഇനി കുറച്ച് ഇത് പറയുന്നുണ്ട്. ഓൾ ദ ഫംഗ്ഷൻസ് ഗിവൺ ബിലോ ആർ പവർ ഫംഗ്ഷൻസ്. താഴെ പറഞ്ഞ ഇതോളൊക്കെ എന്താണ് പവർ ഫംഗ്ഷൻസ് ആണ്. ഓരോ പവർ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്താണ് ദ കോൺസ്റ്റന്റ് ആൻഡ് ഓൺലി എക്സ് ടേം ഫംഗ്ഷൻ ആർ പവർ ഫംഗ്ഷൻസ് ബിക്കോസ് they can be written as f of x equal to x raised to 0 and f of x equal to x raised to 1. ഇതെന്താണ് ഇവിടെ എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ ടേം എന്താണ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണല്ലോ എക്സ് ടേം ആർ ദ പവർ ഫംഗ്ഷൻ. ഇവിടെയൊക്കെ എന്താണ് കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ മുകളിലുള്ളതാണ് എന്ത് അതിന്റെ പവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ഇത് ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് ഫംഗ്ഷൻസ് ആർ പവർ ഫംഗ്ഷൻസ് വിത്ത് ഹോൾ നമ്പർ പവേഴ്സ്. ക്വാഡ്രാറ്റിക്കും ക്യൂബിക് ഫംഗ്ഷനൊക്കെ എന്താണ് അതും പവർ ഫംഗ്ഷൻ ആണ്. അതിന് എന്തുണ്ടാവും വിത്ത് ഹോൾ നമ്പർ പവേഴ്സ്, അതിന് എന്താ ഉണ്ടാവും പവർ ഉണ്ടാകും. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 2 എക്സ് സ്ക്വയർ ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, അതിന് പവർ ഫംഗ്ഷൻ ഉണ്ട്. ക്വാഡ്രാറ്റിക് ക്യൂബിക് ഫംഗ്ഷൻ ഒക്കെ എന്താണ് പവർ ഫംഗ്ഷൻ ആണ് വിത്ത് ഹോൾ നമ്പർ പവേഴ്സ്, അതിനൊക്കെ എന്തുണ്ടാവും പവേഴ്സും അസൈൻ ചെയ്തിട്ടുണ്ടാവും. അടുത്താണ് റെസിപ്രോക്കൽ ആൻഡ് റെസിപ്രോക്കൽ സ്ക്വയർഡ് ഫംഗ്ഷൻസ് ആർ പവർ ഫംഗ്ഷൻസ് വിത്ത് നെഗറ്റീവ് ഇൻറ്റിജർ പവേഴ്സ് ബിക്കോസ് ദേ ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -1 ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2. ഇതിനെ റെസിപ്രോക്കൽ ആൻഡ് റെസിപ്രോക്കൽ സ്ക്വയർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് പവർ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇതിന്റെ പവർ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് എക്സ് റൈസ് ടു -1 അതേപോലെ എക്സ് റൈസ് ടു -2 എന്നൊക്കെ പറയണത്. അടുത്തത് സ്ക്വയർഡ് ആൻഡ് ക്യൂബിക് റൂട്ട് ഫംഗ്ഷൻസ് ആർ പവർ ഫംഗ്ഷൻസ് വിത്ത് ഫ്രാക്ഷണൽ പവേഴ്സ്. സ്ക്വയറും ക്യൂബിക് റൂട്ടും എന്നൊക്കെ പറയുന്നതും ഒരു തരത്തിലുള്ള പവർ ഫംഗ്ഷൻ ആണ്. പക്ഷെ അതിന്റെ പവർ എന്തായിരിക്കും ഫ്രാക്ഷൻ ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് 1/2 ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് 1/3. ഈ 1/2 1/3 ഒക്കെ എന്താണ് ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ ആൻഡ് ക്യൂബിക് റൂട്ട് ഫംഗ്ഷൻസ് ഒക്കെ എന്താണ് പവർ ഫംഗ്ഷൻ ആണ്. പക്ഷെ അതിന്റെ പവർ എന്തായിരിക്കും ഫ്രാക്ഷൻ ആയിരിക്കും. ഇപ്പം നമ്മൾ ആൾജിബ്രായിക്കിലെ ഓരോ ടൈപ്പ് ഫങ്ഷൻസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? പോളിനോമിയൽ ആൻഡ് കോൺസ്റ്റന്റ് ഫംഗ്ഷന്, ലീനിയർ ഫംഗ്ഷന്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്, റാഷണൽ ഫംഗ്ഷന്, പീസ് വൈസ് ഫംഗ്ഷന് ആൻഡ് പവർ ഫംഗ്ഷന്. പവർ ഫംഗ്ഷനിൽ ഒരുപാട് തരത്തിലുള്ള ഓരോ വ്യത്യസ്ത തരത്തിലുള്ളതോട് പറഞ്ഞു. ഇതോടെ നമ്മൾ ആൾജിബ്രായിക് ഫംഗ്ഷന്റെ ഹെഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഫംഗ്ഷൻ ടൈപ്പ് ട്രാൻസെൻഡന്റൽ ഫംഗ്ഷൻ ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഇത് ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ്റെ ടൈപ്സിൽ ആൾജിബ്രായിക്കും ട്രാൻസെൻഡന്റൽ ഫംഗ്ഷനും പറഞ്ഞു. ഇതിൽ ആൾജിബ്രായിക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആൾജിബ്രായിക്കിൽ ഏതൊക്കെ ടൈപ്സ് ആണ് വരുന്നതെന്ന് നോക്കിയത്. അടുത്താണ് നമ്മൾ ട്രാൻസെൻഡന്റൽ ഫംഗ്ഷൻ, അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യണത്. This class of function is not expressible as a finite combination of the algebraic operations of addition, subtraction, multiplication, division, raising to a power and extracting a root. അതായത് ഒരു പവറിലേക്കും റൂട്ടിലേക്കും വേർതിരിക്കുക എന്നുള്ളതും അതേപോലെ പവറിന് ഉയർത്തിയും അതേപോലെ റൂട്ടിന് എക്സ്ട്രാക്ട് ചെയ്യുക, അഡീഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് എന്ത് ആൾജിബ്രായിക് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ട്രാൻസെൻഡൽ ഫംഗ്ഷന് ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. ട്രാൻസെൻഡൽ ഫംഗ്ഷൻ എന്താണ്? കനോട്ട് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ആൾജിബ്ര. ആൾജിബ്രന്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാത്തതിനാണ് എന്ത് നമ്മൾ ട്രാൻസെൻഡന്റൽ ഫംഗ്ഷൻ എന്ന് പറയണത്. എക്സാമ്പിൾ ലോഗരിത്മാറ്റിക് ആൻഡ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ലോഗരിത്മാറ്റിക്കും അതേപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് ഇതിന്റെ ടൈപ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് ആൾജിബ്രായിക് രൂപത്തിൽ അല്ലാതെ എക്സ്പ്രസ് ചെയ്യണതാണ് എന്ത് ആൾജിബ്രായിക് രൂപത്തിൽ അല്ലാത്ത എക്സ്പ്രസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത് ട്രാൻസെൻഡന്റൽ ഫംഗ്ഷന്. അതിന്റെ എക്സാമ്പിളാണ് ലോഗരിത്മാറ്റിക്കും അതേപോലെ എക്സ്പോണൻഷ്യലും. ഇനി അത് രണ്ടും എന്താന്നുള്ളത് നോക്കാം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? if a is any number such that a greater than 0 and a not equal to 1, then we have an exponential function in the form
f of x equal to a raised to x, where a is the base and x can be any real number. എന്താ പറയണത്? എ എന്ന് പറയുന്ന ഒരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ, അതിൻ്റെ എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നമ്പർ, ആ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0യും അതേപോലെ 1ന് ഈക്വൽ ആവും ചെയ്യരുത്. ദെൻ അതിനൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഫോമാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ റൈസ് ടു എക്സ്. എ എന്ന് പറയുന്നത് എന്താണ്? ഈ എഫ് ഓഫ് എക്സിൽ എ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. എക്സ് എന്ന് പറയുന്നതാണ് എന്താ അവിടെ റിയൽ നമ്പർ ആയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ ബേസ് ഹാസ് ബീൻ വേരിയബിൾ എക്സ് ഇൻ മോസ്റ്റ് കേസസ് ആൻഡ് ദ എക്സ്പോണൻറ്റ് വാസ് എ ഫിക്സ്ഡ് നമ്പർ. എക്സ്പോണൻ്റ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സ്ഡ് നമ്പർ ആയിരിക്കും. അതേപോലെ മോസ്റ്റ് കേസസിൽ അതിൻ്റെ വേരിയബിൾ എക്സും ആയിരിക്കും. അപ്പം എന്താ പറഞ്ഞത്? എക്സ് എ എന്ന് പറയുന്നത് ബേസും അതിൻ്റെ എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പറും ആയിരിക്കും. ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു നാച്ചുറൽ ഫോമാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫോമാണ്. നെക്സ്റ്റ് ഇതിൽ അടുത്തതാണ് ലോഗരിത്മെറ്റിക് ഫംഗ്ഷൻ. ലോഗരിത്മെറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫംഗ്ഷൻ y is equal to log bx where x b greater than 0 and b not equal to 1 gives the basic logarithm function which read. ഇതിന് നമ്മൾ എന്താ ബേസിക് ലോഗറിത്മിക് ഫംഗ്ഷൻ ആണെന്ത്? y equal to log bx എന്ന് പറയണത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യുക? y equal to log of x എന്ന് പറയും. അവിടെ ബേസ് എന്താണ്? ബേസ് ബി ഓർ വൈ, നമ്മളിത് അവിടെ ബേസ് കാണുന്നില്ലേ? ബേസ് ബി ഓർ വൈ ഈക്വൽ ടു ദ ലോഗ് ബേസ് ബി ഓഫ് എക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ബി വൈ. ഇത് എക്സ് ഈക്വൽ ടു ബി വൈനോട്ടും ഈക്വൽ ആണ്. അതെന്താ പറയണത്? വൈ ഈക്വൽ ടു ലോഗ് ബി ഓഫ് എക്സ്. ഓക്കെ, y equal to log b of x എന്നാണ് ഇതിനെ റീഡ് ചെയ്യുക. നോ ബേസ് ഈസ് ഷോൺ, ദ ബേസ് ഈസ് അണ്ടർസ്റ്റുഡ് ടു ബി 10. ഒരു ബേസ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഡൊമൈൻ ഓഫ് ദ ലോഗരിതം ഫംഗ്ഷൻ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അതേപോലെ തന്നെ ദ റേഞ്ച് ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ റിയൽ നമ്പേഴ്സും ആയിരിക്കും അതിൻ്റെ റേഞ്ചിൻ്റെ സെറ്റ്. നമ്മൾ റേഞ്ച് എന്താണ്, ഡൊമൈൻ എന്താണ്, കോ ഡൊമൈൻ എന്താണെന്നൊക്കെ പറഞ്ഞില്ലേ? അതേപോലെ ഇതിൻ്റെ റേഞ്ച് ഡൊമൈൻ എന്ന് പറയുന്നത് ലോഗറിത്മെറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റായിരിക്കും എന്ത്? ഡൊമൈന്. അതേപോലെ തന്നെ റേഞ്ചും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ലോഗറിത്മെറ്റിക് ഫംഗ്ഷൻ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ആൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് വൈസ് വേഴ്സ. ലോഗറിത്മെറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ഇതിൻ്റെ വിപരീതം. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ വിപരീതമാണ് എന്ത്? ലോഗറിത്മിക് ഫംഗ്ഷന്. അതേപോലെ തന്നെ വൈസ് വേഴ്സ. ലോഗറിത്മെറ്റിക് ഫംഗ്ഷൻ്റെ വിപരീതമാണ് എന്ത്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും. പിന്നെ ടെക്സ്റ്റിൽ പറയണത് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ലോഗറിത്മിക് ഫംഗ്ഷൻ ഈസ് അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, ഇഫ് എം എൻ ആൻഡ് എ ബി പോസിറ്റീവ് നമ്പേഴ്സ് ദെൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലോഗറിത്മിക് ഫംഗ്ഷൻസ് ആർ. എമ്മും എന്നും അതേപോലെ എയും എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ ലോഗറിത്മിക് ഫംഗ്ഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് അടുത്ത് പറയണത്. ലോഗ് എം എൻ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എം പ്ലസ് ലോഗ് എൻ. ലോഗരിതം ഓഫ് പ്രൊഡക്റ്റ് ഈസ് ദ സം ഓഫ് ലോഗരിതംസ്. എന്താ അതുകൊണ്ട് പറയണത്? ലോഗരിതം എന്ന് പറയണത് എന്തിൻ്റെ പ്രൊഡക്റ്റ് ആണ്? സം ഓഫ് ലോഗരിതംസിൻ്റെ സം ആണ്. ഇതിൽ കൊടുത്ത ലോഗ് എം പ്ലസ് ലോഗ് എൻ എന്ന് പറയണത്. അടുത്താണ് ലോഗ് എം ഡിവൈഡഡ് ബൈ എൻ ഈക്വൽ ടു ലോഗ് എം മൈനസ് ലോഗ് എൻ. അതെന്താണ്? ലോഗരിതം ഓഫ് കോഷ്യന്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ലോഗരിതം. ലോഗരിതം ഓഫ് കോഷ്യന്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ലോഗരിതം എന്ന് പറയണത്. അടുത്താണ് ലോഗ് എം റൈസ് ടു എൻ ഈക്വൽ ടു എൻ ലോഗ് എം. ലോഗരിതം ഓഫ് പവർ ഓഫ് എ നമ്പർ ഈസ് ദ എക്സ്പോണന്റ് ടൈംസ് ദ ലോഗരിതം ഓഫ് ദാറ്റ് നമ്പർ. നെക്സ്റ്റ് ലോഗ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു എക്സ്. ലോഗ് ഇ മൈനസ് ഈക്വൽ ടു 1. ലോഗ് ബേസ് എ 1 ഈക്വൽ ടു 0. ലോഗ് ബേസ് എ ഈക്വൽ ടു 1. ഇതാണ് ഇതിൻ്റെ എന്ത്? ലോഗരിതം ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. എന്താകുമ്പോൾ എമ്മും എന്നും എ ഒക്കെ എന്താവും? പോസിറ്റീവ് നമ്പേഴ്സ് ആകുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്.
ഓക്കെ, നമ്മൾ ആൾജിബ്രായിക്കും ട്രാൻസെൻഡൽ ഫംഗ്ഷനും നമ്മൾ പറഞ്ഞു. അതിൻ്റെ പുറമെ വരുന്ന രണ്ട് ഫംഗ്ഷനാണിത്, ഇൻവേഴ്സ് ഫംഗ്ഷനും കോമ്പോസിറ്റ് ഫംഗ്ഷനും. അതും കൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ഫംഗ്ഷൻ ആർ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഓഫ് വൈ ഈക്വൽ ടു എക്സ്. ജി ഓഫ് വൈ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ മാത്രം എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? വൈ ആണെന്നാണ് ഇൻവേഴ്സ് ഫംഗ്ഷന് പറയണത്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എ ഫംഗ്ഷൻ എഫ് ഹാസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓൺലി ഇഫ് for every y in its range there is only one value of x in its domain for which f of x equal to y. അതായത് അതിൻ്റെ റേഞ്ചിലെ ഓരോ വൈക്കും അതിൻ്റെ ഡൊമൈൻ്റെ ഒരു മൂല്യം, ഒരു വാല്യൂ മാത്രമേ ഉണ്ടാകുള്ളൂ. എന്താകുമ്പോൾ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ മാത്രം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ അതിൻ്റെ റേഞ്ചിൻ്റെ ഓരോ വൈയിനും എന്തായിരിക്കും? അതിൻ്റെ ഡൊമൈൻ്റെ ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാകുക. This inverse function is unique and is frequently denoted by f inverse called f inverse. അതായത് ഈ ഫംഗ്ഷൻ എന്താണ്? യുണീക്ക് ആണ്. ഇതിനെ നമ്മൾ ഫ്രീക്വൻ്റ്ലി ഡിനോട്ട് ചെയ്യണത് f-1, അതായത് അതിന് പറയണത് പേരാണെന്ത്? f ഇൻവേഴ്സ് എന്ന്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഫോർ f of x ഈക്വൽ ടു 3x - 7. എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്? y എന്ന് പറയുന്നത് എന്താണ്? 3x - 7. നമുക്കിതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് ഫംഗ്ഷന് എക്സ് ആസ് ഫംഗ്ഷൻ ഓഫ് വൈ, എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊണ്ടുവരണം? വൈനെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 7 ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെയാണ് ഇതിനെന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നമ്മൾ ഇത് എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ടൈപ്പാണ് എന്ത്? കോമ്പോസിറ്റ് ഫംഗ്ഷന്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It implies applying one function to the results of another. ഒന്നിൻ്റെ ഫംഗ്ഷന് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ അപ്ലൈ ചെയ്യലാണ് എന്ത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയണത്. അതായത് ഒരു ഫംഗ്ഷനെ മറ്റൊന്നിൻ്റെ റിസൾട്ട്സ് എന്ത് ചെയ്യുക? പ്രയോഗിക്കുന്നതിലൂടെയാണ് എന്ത്? കോമ്പോസിറ്റ് ഫംഗ്ഷന് സൂചിപ്പിക്കുന്നത്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ്? ഒരു ഫംഗ്ഷനെ മറ്റൊന്നിൻ്റെ റിസൾട്ട്സിലേക്ക് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യലാണ് എന്ത്? കോമ്പോസിറ്റ് ഫംഗ്ഷന്. ദാറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എഫ് ഓഫ് ഈസ് സെൻഡ് ത്രൂ ജി ഓഫ് ആൻഡ് റിട്ടേൺ ആസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്, വിച്ച് മീൻസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താ പറയണത്? ഇതിൻ്റെ റിസൾട്ട് നമ്മൾ എന്താ? രണ്ട് ഇതിന് കൂടെ രണ്ട് റിസൾട്ടിനെ നമ്മൾ എന്താക്കുക ചെയ്യണത്? ഒന്നാക്കുക ചെയ്യണത്. അതിനെയാണ് എന്ത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ പറയണത്. അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നുള്ള രീതിയാണ് പറയണത്. എഫ് ഓഫിനെ ജി ഓഫ് എന്നുള്ള പറയണേക്ക് നമ്മൾ രണ്ടും കൂടെ എന്ത് ചെയ്തു? രണ്ടും കൂടെ കോമ്പോസിറ്റ് ചെയ്തിട്ട് അതെന്താക്കി? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആക്കി മാറ്റി. Thus, if we have two functions f of x and g of x, then we can define a composite function h of x equal to f of g of x. നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? എഫ് ഓഫ് എക്സും അതേപോലെ ജി ഓഫ് എക്സും. ഇതിന് രണ്ടിനും കൂടി നമ്മൾ ഒന്നാക്കിയിട്ട് പറയണതാണ് എന്ത്? എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെയാണ് ഇതിനെ ഒന്നാക്കുക? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക. അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ റിസൾട്ട്സ് എന്ത് ചെയ്യുക? ഒന്നാക്കുക എന്നുള്ളതാണ് പറയണത്. അടുത്ത നോക്കാം, ഫങ്ഷൻസ് ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഫങ്ഷൻ ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, ഇതിൽ നമ്മൾ എന്താണ്? കുറച്ച് ഗ്രാഫുകളെ കുറിച്ചാണ് നെക്സ്റ്റ് പറയണത്. എന്താണ്? ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് തുടങ്ങാം. 2x + 3 വേർ എക്സ് എന്ന് പറയുന്നത് 2x + 3 ആണ് ഒരു പ്രോബ്ലം ആയിട്ട് തന്നിട്ട്. അതിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. y എന്ന് പറയുന്നത് എന്താ? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. അതിന്റെ വാല്യൂ എന്താ ചെയ്യണത്? ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് എക്സ്. വൈൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂമായിട്ട് എന്താണ്? അതിനെ ആശ്രയിക്കുക ചെയ്യണത്. അടുത്തതാണ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. ലെറ്റ് us return to Cartesian coordinate system that it is composed of a horizontal line and vertical line perpendicular each other. These lines are called coordinate axes. അതായത് ഈ ഗ്രാഫിലേക്ക് നോക്കി, ഇങ്ങനെയുള്ള ഇതാണ് എന്ത്? ഇത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്, എക്സ് എന്ന് പറയും. ഇത് വെർട്ടിക്കൽ ലൈൻ ആണ്, വൈ. ഓക്കെ, ഇതാണ് എന്ത്? കാർട്ടീഷ്യൻ ആക്സസ് എന്ന് പറയുന്നത്. ഈ ലൈൻസിനെ നമ്മൾ കാർട്ടീഷ്യൻ ആക്സസ് എന്ന് പറയാം. എന്താ ഫംഗ്ഷൻ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് എന്ത്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അവിടുത്തെ വേരിയബിൾസിനെ എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കണം ഗ്രാഫിൽ? എന്താ ഹൊറിസോണ്ടൽ വെർട്ടിക്കലൊക്കെ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ലൈൻസിനെ പറയുന്ന പേരാണ് എന്ത്? കോർഡിനേറ്റ് ആക്സസ് എന്ന്.
ഇതിൽ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കൂടെ കൂടി ചേർന്നതാണ് എന്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഓഫ് ഒറിജിൻ ഇല്ലേ, ഇതാ ഈ പോയിന്റ്, ദ പോയിന്റ് വേർ ദർ ഇന്റർസെക്ട് ഈച്ച് അതർ ഇസ് കാൾഡ് ഒറിജിൻ. ഏത് പോയിന്റിലാണോ എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുക, രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നത്, അതിനെ പറയണ പേരാണ് എന്ത്, ദ പോയിന്റ് ഓഫ് ഒറിജിൻ. അതിനെ നമ്മൾ 0 എന്ന് പറഞ്ഞിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ടു ദ റൈറ്റ് ഓഫ് വൈ ആക്സിസ് എക്സ് കോർഡിനേറ്റ് ആർ പോസിറ്റീവ്. ഈ 0ന്റെ വലതുവശം ഈ റൈറ്റ് ഓഫ് എക്സ് ആക്സിസ്, റൈറ്റ് ഓഫ് വൈ ആക്സിസിൽ എന്താണ്, റൈറ്റ് ഓഫ് വൈ ആക്സിസിൽ അതെന്താണ്, പോസിറ്റീവ് ആണെന്നാണ് പറയണത്. ആൻഡ് റൈറ്റ് ഓഫ് വൈ ആക്സിസ് എക്സ് കോർഡിനേറ്റ് എന്താണ്, പോസിറ്റീവ് ആണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് ഓഫ് വൈ ആക്സിസ് എക്സ് കോർഡിനേറ്റ് ആർ നെഗറ്റീവ്. ഇവിടേക്ക് വരുമ്പോൾ എന്താകും, നെഗറ്റീവ് ആകും. ഈ 0ന്റെ ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ പോസിറ്റീവും 0ന്റെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആകും. അതേപോലെ തന്നെ ടു ദ എബവ് ദ എക്സ് ആക്സിസിന്റെ മുകളിലോട്ടാണെങ്കിൽ അവിടെ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. എക്സ് ആക്സിസിനോട്ട് താഴോട്ടാണെങ്കിൽ അവിടെ എന്താണ്, നെഗറ്റീവ് ആണ്. അങ്ങനെയാണ് ഒരു ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണത്, പ്ലോട്ട് ചെയ്യണത്. ഇതാണ് ഇതിൻ്റെ ഒറിജിന്, എക്സ് ആക്സിസ് വൈ ആക്സിസ്, ഇത് അതിൻ്റെ ഒറിജിന്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, പോസിറ്റീവും, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവും, ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവും, ഇവിടുന്ന് താഴോട്ട് പോരുമ്പോൾ നെഗറ്റീവ് ആണ്. ഇതിന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ക്വസ്റ്റ്യനിൽ ഓരോന്ന് തരുന്നതിനനുസരിച്ച് നമ്മളിതിൽ ഓരോന്ന് എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ഗ്രാഫൊക്കെ എങ്ങനെയാണെന്ന് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ആ വേരിയബിൾസിനെ ഗ്രാഫിൽ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് ആണ് അതിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇതിന്റെ പോയിന്റ് ഓഫ് ഒറിജിനെ പറയുന്ന പേരാണെന്ത്, ദ പോയിന്റ്, അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യണ പോയിന്റിനെ പറയുന്ന പേരാണ് ഒറിജിൻ എന്ന്. പിന്നെ പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് എന്താന്ന് പറഞ്ഞു. എക്സ് എവിടേക്ക് പോകുമ്പോഴാണ് പോസിറ്റീവ്, എവിടെ ആകുമ്പോഴാണ് നെഗറ്റീവ്. അതേപോലെ വൈ ഏത് വശത്ത് പോകുമ്പോഴാണ് പോസിറ്റീവും ഏത് വശത്താണ് നെഗറ്റീവ് എന്ന് പറഞ്ഞു. അടുത്ത് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രാഫ് ആൻഡ് സം ഫങ്ഷൻസ് ആണ്. കുറച്ച് ഗ്രാഫുകളാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഹായ് സ്റ്റുഡൻസ്, അടുത്തതാണ് നമ്മുടെ ടോപ്പിക്ക് ഗ്രാഫ് ഓഫ് സം ഫങ്ഷൻസ്. ഇനി നമ്മളെ ഗ്രാഫിനെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാഫ് എന്താണ്, റൈറ്റിംഗ് എ ഫംഗ്ഷൻ ആസ് y equal to f of x. We take the elements of the domain xi as independent variable and the range yi as dependent variable. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് എഫ് y equal to f of x. അതിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഐ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതേപോലെ വൈ ഐ എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഇറ്റ് ഹെൽപ്സ് റെക്കോർഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ വെൻ പ്ലോട്ടിംഗ് ദി ഗ്രാഫ്. ഗ്രാഫിലൂടെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ എന്ത് കിട്ടും, എന്താ, ഒരു ഗ്രാഫ് ഉണ്ടാകും. എക്സും വൈൻ്റെയും വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ ഒരു ഗ്രാഫ് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോരോ ഗ്രാഫുകളിനെ കുറിച്ച്, ഓരോ ടൈപ്സ് ഓഫ് ഫംഗ്ഷനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഗ്രാഫിംഗ് ഫങ്ഷൻസ് ഓഫ് സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനിൽ ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്? ഫസ്റ്റ് വൺ എന്താ പറയണത്, ലീനിയർ ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന് മുന്നേ ടെക്സ്റ്റിൽ കുറച്ച് തിയറി ഉണ്ട്, എന്താ നോക്കാം. ടു സീ ദ ഗ്രാഫ് ഓഫ് എ ലീനിയർ ഫംഗ്ഷൻ കൺസിഡർ ഡെപ്പിക്റ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് എക്സ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ കോമഡിറ്റി വിച്ച് ഈസ് ഓഫൺ ഡെപ്പിക്റ്റഡ് ഓൺ എ സ്ട്രെയിറ്റ് ലൈന്. അതായത് പ്രൈസിനെയും ഡിമാൻഡിനെയും എന്താ, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് ഗ്രാഫിൽ ഇതിൻ്റെ കോമഡിറ്റീസിൻ്റെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യണത്, ഡെപ്പിക്റ്റ് ചെയ്യണം. അതായത് ഒരു കോമഡിറ്റിൻ്റെ പ്രൈസും അതിൻ്റെ ഡിമാൻഡും നമ്മളൊരു ഗ്രാഫിൽ ചെയ്യുമ്പോൾ അതെന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ചെയ്യണത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെയാവും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതിൻ്റെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ഗ്രാഫ്. നെക്സ്റ്റ് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫോം. ഒരു ഫംഗ്ഷൻ ഫോം നോക്കാം. ലീനിയർ ഫംഗ്ഷന് y ഈക്വൽ ടു 7 മൈനസ് 5x. ഇതിൽ 7 എന്താ, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഗ്രാഫിൽ എക്സ് ആക്സിസിലുള്ള ഓരോ നമ്പേഴ്സ് -1 0 1 2 3 അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു വൈൻ്റെ ഫോമാണ്. ഒരു ഫോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കണം y ഈക്വൽ ടു 7 മൈനസ് 5x. അതിലെന്ത് ചെയ്യുക, നമ്മൾ ഓരോ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് 7 മൈനസ് 5 ഇൻറ്റു -1 എത്രയാണ്, 12. അതേപോലെ തന്നെ 7 മൈനസ് 5 ഇൻറ്റു 0 7. 7 മൈനസ് 5 ഇൻറ്റു 1 ഈക്വൽ ടു 2. 7 മൈനസ് 5 ഇൻറ്റു 2 -3. 7 മൈനസ് 5 ഇൻറ്റു 3 -8. അങ്ങനെയാണ് നമുക്ക്
ഈ വൈൻ്റെ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്തതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെയുള്ളത് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എന്ത് ഗ്രാഫ് ഉണ്ടാവും. അത് കറക്റ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണിച്ച പോലെ ഒന്ന് വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാ? പോയിന്റ്സുകൾ കൊടുക്കുക, എക്സ് ആക്സിസ് കൊടുക്കുക, പറഞ്ഞ ഇക്വേഷന് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിലത്തെ ഡാറ്റാസ് കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ അതിൽ ലൈൻ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? ദ ഗ്രാഫ് ഹാസ് എക്സ് ഇന്റർസെപ്റ്റ് ഓൺ എ പോയിന്റ് വേർ y ഈക്വൽ ടു 0. അതായത് എക്സ് ഇന്റർസെപ്റ്റ് ചെയ്യണ പോയിന്റിൽ അവിടെ എന്തായിരിക്കും? y 0 ആയിരിക്കും. y ഇവിടെ എന്തായിരിക്കും? 0 ആണ്. എന്നാൽ y ഇന്റർസെപ്റ്റ് ചെയ്യണത് ഇവിടെ എന്തായിരിക്കും? എക്സ് 0 ആയിരിക്കും. എന്താ പറയണത്? ദ ഗ്രാഫ് വേർ എക്സ് ഇന്റർസെപ്റ്റ് ഓൺ എ പോയിന്റ് വേർ y ഈക്വൽ ടു 0. ഇവിടെ എന്താണ്? ഇവിടെ ഉണ്ടത് y ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 0. അത് ഇവിടെ ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഏത് പോയിന്റിലാണോ വൈയും എക്സും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യണത്, അവിടെ എക്സ് ആണ് ഇന്റർസെപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ y 0 ആയിരിക്കും. y ആണ് ഇന്റർസെപ്റ്റ് ചെയ്യണത് ആവണമെങ്കിൽ എക്സ് 0 ആയിരിക്കും. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 3x + 4y = 12. നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം y എന്തായിരിക്കും. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് y നമ്മൾ 0 ആയിരിക്കും y. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് y-നെ 0 ആക്കിക്കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ 3x + 4 × 0 = 12. x = 12/3 = 4. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ y 0 ആകുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ അവിടെ എന്താണ്? 4 0 അല്ല, എക്സ് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നതാണ് എന്ത്? 4 0 0 എന്താണ്? y നമ്മൾ പറഞ്ഞു 0 ആയിരിക്കും. ഇനി y ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ എക്സ് 0 ആയിരിക്കും. അതെങ്ങനെയാണ്? 3 × 0 + 4 y = 12. y = 12/4 = 3. അപ്പോൾ എന്താണ്? y ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ എക്സ് 0 ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്രയാണ്? 0 3. ഇതാണ് ഇതിൻ്റെത് കിട്ടുക, 0 3. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ y 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് എങ്ങനെ കാണാം? 4 0. y ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എക്സ് 0 ആയിരിക്കും. അപ്പോൾ 0 3. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് ഒരു ഇക്വേഷന് സോൾവ് ചെയ്യണതെന്ന് കാണിച്ചത്. അടുത്തൊരു ഹെഡിങ് ആണത് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷന്. അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ ഈസ് ഗിവൺ ആസ് f(x) = മോഡുലസ് എക്സ്. Indicate that we need to consider modulus x of a real number, keeping it as the non-negative value without regard to its sign. അബ്സല്യൂട്ട് ഫംഗ്ഷൻ്റെ എങ്ങനെയാണ്? f(x) = മോഡുലസ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് എന്താണ്? അതായത് ഒരു റിയൽ നമ്പറിൻ്റെ ഒരു റിയൽ നമ്പർ ആയിട്ടുള്ള മോഡുലസ് എക്സ് അതിൻ്റെ അതിൻ്റെ ചിഹ്നം പരിഗണിക്കാതെ തന്നെ എന്ത് ചെയ്യുക? നെഗറ്റീവ് അല്ലാത്ത മൂല്യമായിട്ട്, നെഗറ്റീവ് അല്ലാത്ത വാല്യൂ ആയിട്ട് അതിനെ നിലനിർത്തുക. അതായത് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവ് ഉണ്ടാകും, അതിൻ്റെ ചിഹ്നം ഒരു നെഗറ്റീവ് ഉണ്ടാകും, അതിൻ്റെ ചിഹ്നം നോക്കാതെ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു വാല്യൂ ആക്കിയിട്ട് മാറ്റുക. അതിന് പോസിറ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുക? അബ്സല്യൂട്ടിൽ നോക്കേണ്ടത്. വെറും അത് മാത്രം നോക്കിയാൽ മതി. എന്താണ്? ഇപ്പോൾ ഒരു 2 ആണെങ്കിൽ 2 എന്നുള്ളത് നമ്മൾ എടുക്കുമ്പോൾ 2 തന്നെ ആയിരിക്കും അതിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുക. എന്നാൽ -2 നെ അബ്സല്യൂട്ടിൽ എന്തായിട്ട് എടുക്കുക? പോസിറ്റീവ് ആയിട്ടുള്ള 2 ആയിട്ട് ആയിരിക്കും എടുക്കുക. 0-നെ 0 ആയിട്ടായിരിക്കും എടുക്കുക. ഇനി നമുക്ക് അതിൽ നോക്കാം. ആദ്യം നമുക്ക് ടെക്സ്റ്റിൽ തന്നെ നോക്കാം. ദാറ്റ് ഈസ് മോഡുലസ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എ പോസിറ്റീവ് എക്സ്. അതായത് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എക്സ് എന്തായിരിക്കും? എക്സ് തന്നെയാണ്. എന്നാൽ നെഗറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻ കേസ് നെഗറ്റീവ് എക്സ് ഈസ് പോസിറ്റീവ്. നെഗറ്റീവ് എക്സ് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷനിൽ നെഗറ്റീവ് എക്സ് എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. എന്നാൽ മോഡുലസ് 0 എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. Thus the absolute value of 2 equal to 2 and absolute value of -2 is taken as 2. പറഞ്ഞില്ലേ? 2ന്റെ അബ്സല്യൂട്ട് വാല്യൂ പറയുന്നത് 2 തന്നെയാണ്. എന്നാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2നെ നമ്മൾ എന്തായിരിക്കും? 2 ആയിട്ട് തന്നെയാണ് എടുക്കുക. ഇനി നമുക്ക് ഇവിടേക്ക് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോഡുലസ് ഫംഗ്ഷനെയും അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷനെ മോഡുലസ് ഫംഗ്ഷൻ എന്നും പറയും. അതേപോലെ തന്നെ മോഡുലസ് 2 എന്താണ്? 2 ആണ്. മോഡുലസ് -2 ഈസ് ഓൾസോ 2. നമ്മൾ പറഞ്ഞു മോഡുലസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് ഫോർ പോസിറ്റീവ് എക്സിന്.
modulus x negative for negative x, in which case negative is positive. Negative എന്തായിരിക്കും പോസിറ്റീവ് അവൻ 0, modulus 0 equal to 0. ഇത്രയേ ഉള്ളൂ അബ്സല്യൂട്ട് ഫംഗ്ഷനിൽ നോക്കാൻ. ആകെ എത്ര മാത്രമേ ഉള്ളൂ, അതായത് നെഗറ്റീവ് ഉള്ളതിനെ നമ്മൾ എന്താക്കി എടുക്കും, പോസിറ്റീവ് ആക്കി എടുക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. നെഗറ്റീവ് ആണ് നമ്മൾ പറയില്ല, നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ടല്ലേ ഗ്രാഫ് പോകുക. പക്ഷെ ഇതിൻ്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. കാരണം ഇതെന്താണ്, പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഉള്ളതിനെ നമ്മൾ എന്താക്കി എടുക്കുകയാണ്, പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. നെഗറ്റീവ് എക്സ് ആണെങ്കിൽ ഈ സൈഡിലായിരിക്കും പോകുക, പക്ഷെ അതേപോലെ പോസിറ്റീവ് എക്സ് ആണെങ്കിൽ ഇങ്ങോട്ടായും താഴോട്ട് പോകില്ല. ഓക്കെ, അടുത്തൊരു ഹെഡിങ് ആണ് എന്ത്, സ്റ്റെപ്പ് ഫംഗ്ഷൻ. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ നോക്കാണ്ട്. എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓർ സ്റ്റെയർകേസ് ഫംഗ്ഷൻ ഈസ് എ പീസ് വൈസ് ഫംഗ്ഷൻ കണ്ടെയ്നിങ് ഓൾ കോൺസ്റ്റന്റ് പീസസ്. സ്റ്റെപ്പ് ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പീസ് വൈസ് ഫംഗ്ഷൻ എന്നും പറയും. ഇതിനെങ്ങനെയാണ്, ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ്, ഒരു പീസസ് ആയിട്ടാണ് ഇതിൻ്റെ രൂപം, ഒരു കോൺസ്റ്റന്റ് പീസസ് ആയിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ദ കോൺസ്റ്റന്റ് പീസസ് ആർ ഒബ്സർവ്ഡ് അക്രോസ് ദ അഡ്ജസന്റ് ഇന്റർവെൽസ് ഓഫ് ദി ഫംഗ്ഷൻ ആസ് ദേ ചേഞ്ച് വാല്യൂ ഫ്രം വൺ ഇന്റർവെൽ ടു ദി നെക്സ്റ്റ്. എന്താണ് ഈ സ്റ്റെപ്പ് ഫീച്ചർ നിൽക്കുന്നത് എങ്ങനെയാ, കുറച്ചൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കുറച്ചൊരു അഡ്ജസ്റ്റന്റ് വാല്യൂ അഡ്ജസ്റ്റന്റ് ഇന്റർവെൽസ് കീപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ സ്റ്റെപ്സ് ഉണ്ടാവുക. അതേപോലെ അതിൻ്റെ വാല്യൂ ഓരോ ഇന്റർവെൽ ടു ഓരോ ഇന്റർവെൽ വരെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ആൻഡ് ഓൾസോ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് നോട്ട് കണ്ടിന്യൂസ്. ഡിസ്കണ്ടിന്യൂസ് ആണ്, അതായത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഇവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുകയല്ലല്ലോ. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. അതാണ് അത് ഡിസ്കണ്ടിന്യൂ എന്ന് പറയുന്നത്, കണ്ടിന്യൂ അല്ല. Okay, you cannot draw a step function without removing your pencil from your paper. അത് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ എടുത്ത് പോകുകയല്ലോ. എന്ത് ചെയ്യാണ്, ഒരു ഗ്യാപ്പ് നമ്മൾ നമ്മളെ പേപ്പറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഒരു സ്റ്റെപ്പ് ഇട്ടു, വീണ്ടും നമ്മളിത് ഇവിടുന്ന് എടുത്തിട്ടുള്ളൂ അടുത്ത സ്റ്റെപ്പ് ഇടാൻ പറ്റുക. ഓക്കെ, അതാണ് പറയണത്. നമ്മുടെ പേപ്പറിൽ നിന്ന് നമുക്ക് പെന്ന് റിമൂവ് ചെയ്യാതെ നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ കഴിയില്ല, വരക്കാൻ കഴിയില്ല. അത് ഓരോ ഇന്റർവെൽസിലാണ് എന്ത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉള്ളത്. അത് ഓരോ കോൺസ്റ്റന്റ് പീസസ് ആയിരിക്കും. ആൻഡ് അതിൻ്റെ ഇന്റർവെൽ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓരോ പെൻസിൽ നമ്മൾ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ സ്റ്റെപ്പ് ഫംഗ്ഷന് വരക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്താണ് ഫീച്ചേഴ്സ് ഓഫ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉള്ളത്? ഒന്നാമത്തത് ഹൊറിസോണ്ടൽ പീസസ്. സ്റ്റെപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെയല്ലല്ലോ, വെർട്ടിക്കൽ അല്ലല്ലോ. അതാണ് പറയുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷൻ എപ്പോഴും എന്താണ്, ഹൊറിസോണ്ടൽ പീസസ് ആയിട്ടാണ് ഉള്ളത്. ആൻഡ് ഡിസ്കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു, എന്താ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് എന്ത് അടുത്ത ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ അല്ല ഡിസ്കണ്ടിന്യൂ ആണെന്ന് പറയുന്നത്. മേ ബി എ ഫംഗ്ഷൻ ആൻഡ് ഡൊമൈൻ ഓൾ റിയൽസ് റേഞ്ച് ഓൾ ഇൻറ്റിജേഴ്സ് y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 0 x ഇന്റർസെപ്റ്റ് 0 1 പറഞ്ഞത് തന്നെ വീണ്ടും പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ഫംഗ്ഷനെ പറഞ്ഞു, 3 ടൈപ്സ് ഓഫ് ഗ്രാഫ് ഫംഗ്ഷനാണ് പറഞ്ഞത്. ആദ്യം നമുക്ക് ലീനിയർ ഫംഗ്ഷൻ പറഞ്ഞു, എങ്ങനെയാണ് y-5x വെച്ചിട്ട് നമ്മൾ എക്സിൻ്റെ ഇത് പ്ലോട്ട് ചെയ്തു, y വെച്ചിട്ട് നമ്മൾ അതിനെ ഗ്രാഫ് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എവിടെ എക്സ് ഇന്റർസെപ്റ്റ് ചെയ്യണ പോയിന്റിൽ y 0 ആയിരിക്കും, y ഇന്റർസെപ്റ്റ് ചെയ്യണ പോയിന്റിൽ x 0 ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രോബ്ലം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ സോൾവ് ദിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം y-നെ 0 ആക്കി എടുക്കണം, പിന്നെ x-നെ 0 ആക്കി എടുക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് രണ്ടിൻ്റെയും ഓരോ ഇന്റർസെപ്റ്റ് ചെയ്യണതിൽ രണ്ടിൻ്റെയും ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫൈൻഡ് ചെയ്യാൻ കഴിയും. ദെൻ അടുത്തത് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ പറഞ്ഞു. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ആ സെയിം നമ്പർ ആയിരിക്കും എടുക്കുക. നെഗറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യില്ല, സൈനിനെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല, സൈനിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ആ നമ്പർ എടുക്കുക. അതായത് 2 ഉള്ളത് 2n ആയിരിക്കും അബ്സല്യൂട്ട് വാല്യൂല്, ആൻഡ് -2 ഉള്ളതും 2 ആക്കിയിട്ടാണ് അതിനെടുക്കുക. ദെൻ 0നെ 0 ആക്കിയിട്ടും അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഗ്രാഫ് കാണിച്ചു. ദെൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ഡാറ്റാസ് ഉണ്ടാകുക. അതേപോലെ ഇതൊരു സ്റ്റെയർ കേസ് പോലെയാണ്, ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ വാല്യൂസ് എങ്ങനെ ഇന്റർവെൽ ടു ഇന്റർവെൽ വരെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു ഫംഗ്ഷനാണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്താണ്? ദ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ് ഹെൽപ്പ് ഡിസ്ക്രൈബിംഗ് ഡിമാൻഡ്, കോസ്റ്റ്, റവന്യൂ ആൻഡ് പ്രോഫിറ്റ് വിച്ച് യു വിൽ ഫൈൻഡ് വൈൽ കവറിങ് മൈക്രോ എക്കണോമിക്സ് അനാലിസിസ്. നമ്മൾ മൈക്രോ എക്കണോമിക് അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഡിമാൻഡ്,
കോസ്റ്റ്, റവന്യൂ, പ്രോഫിറ്റ്, ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണ ഒന്നാണിത്. ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണ ഒന്നാണിത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയണത്. നോക്കാം, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇതെന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അവിടെ എന്താണ്? ദ ഹയസ്റ്റ് എക്സ്പോണന്റ് ഓഫ് ദ വേരിയബിൾ ഈസ് 2. ഇവിടുത്തെ ഹയസ്റ്റ് എക്സ്പോണന്റ് ഓഫ് ദ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഹയസ്റ്റ് എക്സ്പോണന്റ് വരിക ഇവിടെ വരിക എത്രയാണ്? 2 ആണ് ഹയസ്റ്റ് എക്സ്പോണന്റ് ആയിട്ട് ഇവിടെ വരിക. ഇതെന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അവിടെ ഹയസ്റ്റ് എക്സ്പോണന്റ് ആയിട്ട് വരിക 2 ആണ്. ദെൻ ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഈസ് യു ഷേപ്പ്ഡ് കർവ് കാൾഡ് പാരബോള. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? യു ഷേപ്പ് ആയിട്ടുള്ള കർവ് ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഇത് പാരബോള എന്ന്. ഓക്കെ, വിച്ച് ക്യാൻ ഓപ്പൺ അപ്വാർഡ് ഓർ ഡൗൺവാർഡ് ആൻഡ് ഹാസ് ഹയസ്റ്റ് ഓർ ലോവസ്റ്റ് പോയിന്റ് നോൺ ആസ് വെർട്ടെക്സ്. അതായത് ഈ കർവ് അപ്വാർഡ് ആവാം, ഡൗൺവാർഡ് ആവാം. അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിനെ പറയണതാണ് അത് വെർട്ടെക്സ് എന്ന്. അപ്പോൾ ഒരു ഡൗൺവാർഡ് കർവാണിത്. ഇതിൻ്റെ ഈ ഹയസ്റ്റ് ഈ പോയിന്റ് ആണത് വെർട്ടെക്സ്. ഇതെന്താണ്? ഇത് മിനിമം പോയിന്റ്, ഗ്രാഫിന്റെ മിനിമം പോയിന്റ് ആണിത്. നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ പോയിന്റ്. ഇവിടെയാണ് വെർട്ടെക്സ് വരിക. അത് അതിന്റെ എന്താണ്? മാക്സിമം പോയിന്റ് ആണ്. വേറൊരു കാര്യം നോക്കേണ്ടത്, നമ്മൾ ഈ കർവ് വരക്കുന്നത് അപ്വാർഡ് ആണോ ഡൗൺവാർഡ് ആണോ എന്നുള്ള കർവ് നോക്കുന്നത് നമ്മളെ എ എന്നുള്ള ഈ ഇക്വേഷനിൽ എ എന്ന് പറയുന്ന എമൗണ്ട് വെച്ചിട്ടാണ്. ഈ എ എന്ന് പറയുന്ന എമൗണ്ട് ഗ്രേറ്റർ ദാൻ 0, 0-നേക്കാളും കൂടുതലാണെങ്കിൽ, ഇപ്പോൾ 2 എന്ന് പറയുന്നത് എത്ര? 0-നേക്കാളും കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഗ്രാഫ് അല്ലെ നമ്മളെ കർവ് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും. ദെൻ എ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മളെ കർവ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അതാണ് അപ്വാർഡും അതേപോലെ ഡൗൺവാർഡും എന്ന് പറയണത്. ഇതിൽ ഹയസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഇതിൻ്റെ വെർട്ടെക്സ്. ആൻഡ് ഇവിടെ ഇതായിരിക്കും ഇതിൻ്റെ വെർട്ടെക്സ്. അതാണ് ഇതിൻ്റെ മാക്സിമം പോയിന്റ്, ഇതാണ് ഇതിൻ്റെ മിനിമം പോയിന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അതാണ് അതിൻ്റെ പോയിന്റ്. അടുത്തൊരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ax² + bx + c. ഇതാണ് ഒരു ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയണത്. എ ബി സി ഇതിൽ എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എ ബി സി എന്താണ്? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ 0-നേക്കാളും കൂടുതൽ അല്ലെങ്കിൽ 0-നേക്കാളും കുറവ്. അപ്പോഴേ നമ്മൾ ഇങ്ങനത്തെ ഗ്രാഫ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ബേസിക് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോർമുല, ബേസിക് ആയിട്ട് ക്വാഡ്രാറ്റിക്കിൻ്റെ ഫോർമുല എത്രയാണ്? y = x². നമ്മൾ പറഞ്ഞു ഇത് അതിൻ്റെ ഹയസ്റ്റ് എക്സ്പോണന്റ് പറയുന്നത് എത്രയാണ്? 2 ആണെന്ന് പറഞ്ഞു. y = x². ഓക്കെ, അത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് ചെയ്യാൻ പറഞ്ഞാൽ 0, 1, 2 y = x² നമ്മൾ അപ്ലൈ ചെയ്തു. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രാഫ് വരക്കൽ എന്താണ്? ഈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷനിൽ നടക്കില്ല. കാരണം ഇത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരക്കുമ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും കിട്ടുക? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചുകൂടെ പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ട്. കാരണം നെഗറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു യു ഷേപ്പ് കർവ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഈ കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്തു. -3, -2, -1 ഒക്കെ നമ്മൾ എക്സത്തെ ഓരോന്ന് ആഡ് ചെയ്തു, ഓരോ വാല്യൂ ആഡ് ചെയ്തു. ദെൻ അത് വെച്ചിട്ട് 3² എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 9, 2 × 2 4, 1 × 1 1 0 1 4 9. ഓക്കെ, അങ്ങനെ ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ പോയിന്റ്സും എക്സിൽ x -3 ആകുമ്പോൾ y എത്രയാണ്? 9. അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്ന് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഹയസ്റ്റ് എക്സ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? 2 ആയിരിക്കും. ആൻഡ് ഇതിൽ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഒരു യു ഷേപ്പ് കർവാണ്. അതിനെ നമ്മൾ പാരബോള എന്ന് പറയും. അതേപോലെ അതിന് ഓപ്പൺ അപ്വാർഡും ഡൗൺവാർഡും ഉണ്ടാകും. അതിൻ്റെ ഹയസ്റ്റ് ലോവസ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ വെർട്ടിക്സ് എന്ന് പറയും. ഇത് വെർട്ടിക്സ് മിനിമം പോയിന്റ് ആണ്. ഇത് വെർട്ടിക്സിൻ്റെ മാക്സിമം പോയിന്റ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എഫ് ഓഫ് എക്സ് പറയുന്നത് ax² + bx + c ആണ്. ഇതിൽ എ ബി സി എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. എ 0ക്ക് ഈക്വൽ, എ കനോട്ട് ബി 0, ഒരിക്കലും 0 ആകാൻ പാടില്ല. വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആവാനേ പാടുള്ളൂ. അതിനനുസരിച്ചല്ലേ നമ്മളെ കർവ് ഉണ്ടാവുക. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ കർവ്. എ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ കർവ്. ആൻഡ് ബേസിക് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ y = x². നമ്മൾ പറഞ്ഞു സ്ക്വയർ ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്?
2 ആണെന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ദെൻ അത് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ്. ഓക്കെ, അത്രേ ഉള്ളൂ ക്വാഡ്രാറ്റിക് ഫംഗ്ഷനിൽ പറയണത്. കമ്പ്യൂട്ടേഷൻ ഓഫ് വെർട്ടെക്സ്, നമ്മളെങ്ങനെ വെർട്ടെക്സ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജനറൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എന്താണ്? y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതാണ് ഒരു ജനറൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു. ഇതിൽ എക്സ് കോർഡിനേറ്റ് നമ്മളെങ്ങനെ കാണുക? എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ 2a. ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് നമ്മൾ എക്സ് കോർഡിനേറ്റിനെ കാണുക. ഇതാണ് ജനറൽ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പറയണത്. ഇതിലെന്ത് ചെയ്യാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്രാഫ് ഉണ്ടാക്കുക. y ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്നുള്ളതിൻ്റെ വെർട്ടെക്സ് കാണാനും, വെർട്ടെക്സ് ഓഫ് ഈ വൈൻ്റെ വെർട്ടെക്സ് കാണാനും അതിൻ്റെ ഗ്രാഫ് കാണാനാണ് പറയണത്. അപ്പോൾ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ എ ബി സി എന്നുള്ള ഫോമിലാക്കാരം ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഉണ്ടാവുക. ഇതിൽ എ എന്ന് പറയണത് 0നേക്കാളും കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും, അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും. 0നേക്കാളും കുറവാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മളിതിൽ എ എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? 3 അല്ലേ ഇവിടെ എ ബി സി. എ എന്ന് പറയുന്നത് അവിടെ എത്രയാണ്? 3 ആണ്. അപ്പോൾ അതിൻ്റെ എ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0നേക്കാളും കുറവല്ലേ? അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഗ്രാഫ് നമുക്ക് എന്തായിരിക്കും? ഇങ്ങനെയുള്ളൊരു ഗ്രാഫ്, ഇങ്ങനെയുള്ളൊരു പാരാബോൾ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതാദ്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അടുത്ത ഓരോരോ സ്റ്റെപ്പ് ചെയ്യാം. ആദ്യം എന്താണ് നമ്മൾ പറഞ്ഞു, എക്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ 2a. എക്സ് എന്താ? അപ്പോൾ മൈനസ് ബി എന്താണ്? എ ബി സി. ബി എത്രയാണ്? 1 ആണ്. എ 3, ബി 1, സി 2 ആണ്. അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 1/6 കിട്ടും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഓൺ വൈ. എന്നിട്ട് ഈ ഇക്വേഷനിൽ ഈ എക്സിൻ്റെ വാല്യൂ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ മൈനസ് 25/12 കിട്ടും. അപ്പോൾ വെർട്ടെക്സിലത്തെ വെർട്ടെക്സിലത്തെ വാല്യൂസ് എത്രയാണ്? ദ വെർട്ടെക്സ് ഈസ് അറ്റ് മൈനസ് 1/6 ആയിരിക്കും ആൻഡ് മൈനസ് 25/12 ആയിരിക്കും വൈ. എക്സ് ഇതിലും വൈ ഇതിലും ആകുമ്പോഴാണ് വെർട്ടെക്സ് ഉണ്ടാവുന്നത്. നമ്മളോട് എന്താ പറഞ്ഞത്? വെർട്ടെക്സ് ഫൈൻഡ് ചെയ്യാനും അതിനനുസരിച്ച് നമ്മളോട് ഒരു ഗ്രാഫ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂസും അതേപോലെ 3x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 വെച്ചിട്ട് നമ്മുടെ വൈ എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. എക്സ് -2 ആകുമ്പോൾ എങ്ങനെയായിരിക്കും, അതേപോലെ എക്സ് -1 0 1 2 വെച്ചിട്ട് എന്തായിരിക്കും. അപ്പോൾ 3x സ്ക്വയർ, അപ്പോൾ 3 × 2 ആണെങ്കിൽ എങ്ങനെയാണ്? 2 എന്നുള്ള വാല്യൂ ആണ് എക്സിലെങ്കിൽ. അപ്പോൾ എങ്ങനെ നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്യുക ഇക്വേഷനിൽ? 3 × 2 സ്ക്വയർ പ്ലസ് 2 × 2 + 2 - 2. അപ്പോൾ ഇക്വേഷൻ നോക്കുക, എക്സിൻ്റെ വാല്യൂസ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ദെൻ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ആദ്യം മനസ്സിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ്റെ ഫോർമുല മനസ്സിൽ കരുതണം. ദെൻ ഇത് മനസ്സിലുണ്ടാകണം. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണോ തന്നത്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്, ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യന്. ഈ ക്വസ്റ്റ്യന് നമ്മൾ ആദ്യം എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കിട്ടൂലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം കാണണം. എക്സ് -b/2a എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ കാണണം. അത് കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വൈ എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടും. അപ്പം നമ്മളെ വെർട്ടെക്സ് എന്ന് പറയുന്നത് -1/6 -25/12 ആണ്. ദെൻ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു 1x സ്ക്വയർ മൈനസ് 10x പ്ലസ് 21. ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്, ബി 10 ആണ്, സി 21 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ത് വരും, ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ പാരാബോള കർവ് വരുന്നത് ഇങ്ങനെയാണ്. ഈ എക്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ആൻസർ നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. ദെൻ ഈ 5 നമ്മൾ വൈൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. ദെൻ 1x സ്ക്വയർ മൈനസ് 10x പ്ലസ് 21 അല്ല നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. അതിൽ ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുക. 1 × 5 സ്ക്വയർ മൈനസ് 10 × 5 പ്ലസ് 21. 25 - 50 പ്ലസ് 21 എന്ത് കിട്ടും, നമുക്ക് 4 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ എക്സ് 5ഉം വൈ -4 ആകുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യണത്, ഒരു വെർട്ടെക്സ് ഫോം ചെയ്യണത്. ദെൻ അത്രയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷനിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് വെർട്ടെക്സിൽ എങ്ങനെയാണ് വെർട്ടെക്സ് ഫോം ചെയ്യണത് എന്നുള്ളതാണ് പറയണത്. ഒരു പ്രോബ്ലം വെച്ചാൽ നമ്മൾ ആദ്യം
എന്താ പറയുന്നത്, ആദ്യം നമ്മൾ ഇക്വേഷൻ മനസ്സിലുണ്ടാകണം, അതേപോലെ എക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞെടുക്കണം. ഈ ക്വസ്റ്റ്യനിൽ നിന്നും ആദ്യം നമ്മൾ എക്സിനെ ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് ആ എക്സിനെ നമ്മൾ വൈൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ദെൻ സോൾവ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ഇപ്പോൾ ഇതാ ഒരു ഗ്രാഫ് 0 എങ്ങനെയായിരിക്കും, -2 -2 -1 0 1 2 3. ഇതെന്താണ്, ഇതൊരു എക്സ് ആയിട്ട് കൊടുക്കുക. ദെൻ വൈ എന്ന് പറയണത് ഏത് ഇക്വേഷനാണ്, ഇവിടെ ഇപ്പോൾ നമുക്ക് ഏത് ഇക്വേഷനാണ്, ഇവിടെ നമുക്ക് ഏത് ഇക്വേഷനാണ്, 3x² പ്ലസ് x - 2. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വൈൻ്റെ ഇക്വേഷൻ എന്ന് പറയണത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എങ്ങനെ അപ്ലൈ ചെയ്യുക, ഇവിടെ എത്ര എക്സ് 2 ആണ്, അപ്പോൾ 3 × -2² പ്ലസ് 2 - 2 ആൻഡ് 3 × -1² പ്ലസ് 1 - 2, 3 × 0² പ്ലസ് 0 - 2, 3 × 1² പ്ലസ് 1 - 2, 3 × 2² പ്ലസ് 2 - 2, 3 × 3² പ്ലസ് 3 - 2. ഇത് വെച്ചിട്ട് നമുക്കിവിടെ എന്ത് കിട്ടും, നമ്മൾ ആൻസേഴ്സ് കിട്ടും. ഓക്കെ, ആൻസേഴ്സ് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എങ്ങനെയായിരിക്കും, ഇത് യു ഷേപ്പ് ആയിരിക്കും വരിക, നമ്മൾ ആദ്യം പറഞ്ഞു. കാരണം എന്താണ്, ഇവിടെ എ എന്ന് പറയുന്നത് >0 ആയതുകൊണ്ട് ഇതിൻ്റെ ഗ്രാഫ് യു ഷേപ്പിലായിരിക്കും വരിക. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാഫ് ഫൈൻഡ് ചെയ്യുക. ദെൻ അടുത്തൊരു ഹെഡിങ് ആണ് ഇത് ക്യൂബിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്യൂബിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, Cubic functions are encountered in the discussion of total cost in microeconomic analysis. Microeconomic analysis-ൽ ടോട്ടൽ കോസ്റ്റിൻ്റെ ഡിസ്കഷനിൽ നമുക്ക് ക്യൂബിക് ഫംഗ്ഷൻ എന്ത് ചെയ്യും, വരും. അതിൻ്റെ ഒരു ക്യൂബിക് ഫംഗ്ഷൻ്റെ ഒരു ഫോമാണ് f(x) = ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d. ഇങ്ങനെയാണ് എന്ത് ക്യൂബിക് ഫംഗ്ഷൻ്റെ ഒരു ഫോം എന്ന് പറയണത്. ഓക്കെ, ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് ഡി. ഒരു ഇതിൽ കൂടുതലാണ് മറ്റു ഫംഗ്ഷനിലേറെ. അതാണ് ഇതാണ് ക്യൂബിക് ഫംഗ്ഷൻ്റെ ഒരു ഫോം എന്ന് പറയണത്. ദെൻ അതിൽ ഓരോന്ന് പറയുന്നുണ്ട്. ക്യൂബിക് ഫംഗ്ഷൻ്റെ f(x) = x³ ആണ്. ഇതിൽ f(x) എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ മാക്സിമം പറഞ്ഞാൽ എത്ര, f³ അല്ലേ, സോറി x³ എക്സ് എത്രയാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത്, ക്യൂബാണ്. അപ്പോൾ x³ ആണ് f(x) എന്ന് പറയണത്. ഇതിൽ ഓരോന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യണ പോയിന്റ്, അതിൻ്റെ റേഞ്ച്, ഡൊമൈന്, എന്നിട്ട് എന്ത് ചെയ്യുക, എഫിൻ്റെ ഗ്രാഫ് നമ്മൾ സ്കെച്ച് ചെയ്യുക. അങ്ങനെയാണ് ഇതിൽ ക്യൂബിക് ഫംഗ്ഷനിൽ പറയണത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഇത്രയും പറഞ്ഞത്. ഇനി നെക്സ്റ്റ് കുറച്ചുകൂടെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫംഗ്ഷൻസ് പറഞ്ഞു, ലീനിയർ ഫംഗ്ഷൻ പറഞ്ഞു, ദെൻ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ പറഞ്ഞു, സ്റ്റെപ്പ് ഫംഗ്ഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ കർവി ടൈപ്സിൽ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ പറഞ്ഞു, ദെൻ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് വെർട്ടെക്സ്. ഇത്ര വരെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് പറഞ്ഞിരുന്നത്. വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ പോവുകയാണ്. അടുത്താണ് ഗ്രാഫിംഗ് ഫങ്ഷൻസ്, അസിംപ്റ്റോട്ടിക് ടൈപ്സ്. കുറച്ച് ഗ്രാഫിംഗ് ഫങ്ഷനിൽ വേറെ കുറച്ച് ടൈപ്സുകളെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യണത്. 3 എണ്ണം കൂടെ നമുക്ക് പറയാനുണ്ട്. ഈ ഹെഡിങ്ങിൽ 3 എണ്ണമാണ് ഉള്ളത്. എന്താ പറയണത്, വി ആർ ഫെമിലിയർ വിത്ത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡൽ സച്ച് ആസ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത് ആയിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡലിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. അതിൽ വരുന്നതാണ് എന്ത്, സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫങ്ഷൻസ് നമ്മൾ എക്കണോമിക്കലായ ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ അതിൻ്റെ എക്സ് വേരിയബിളിനെ എങ്ങനെയാണ്, ഏത് ഫോമിലാണ് എഴുതുന്നത്, f(x) = √x. സ്ക്വയർ റൂട്ട് നമുക്കറിയില്ല, ഓരോന്നിൻ്റെ റൂട്ട് കാണാനെന്നുള്ളത് നമ്മൾ പഠിച്ച മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റൂട്ട് കാണാതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഗ്രാഫിൽ അപ്ലൈ ചെയ്യണതാണ്. അതിനെക്കുറിച്ച്, ബിക്കോസ് ദ ഡൊമൈൻ ഓഫ് എഫ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആൻഡ് 0. നമ്മൾ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണെന്ന് പഠിച്ചു. അതിൽ ഡൊമൈൻ എന്ന് പറയണത് എന്താണ്, എഫിൻ്റെ ഡൊമൈന് പോസിറ്റീവ് റിയൽ നമ്പേഴ്സോ അല്ലെങ്കിൽ എന്തായിരിക്കും, 0യോ ആയിരിക്കും. സോ അത് വെച്ചിട്ട് നമ്മളൊരു ടാബിൾ കൺസ്ട്രക്ട് ചെയ്താണ്. എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ 0. അപ്പോൾ 0 1 4 9 16. ഈ എക്സിൻ്റെ റൂട്ട് പിന്നെ എന്തായിരിക്കും, 0ൻ്റെ റൂട്ട് എക്സ് അറിയണത് 0,
1, 4ൻ്റെ റൂട്ട് 2, 9ൻ്റെ റൂട്ട് ഏതാണ് 3 ആണ്, 16ൻ്റെ റൂട്ട് 4 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എക്സിന് അതിൻ്റെ നമ്പേഴ്സ് കൊടുക്കുക, ദെൻ വൈക്ക് കൊടുക്കുക. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റൂട്ട് ഇത് വെച്ചിട്ടുള്ളൊരു ഗ്രാഫ് വരക്കാം. അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ്റെ ഫോം എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. റൂട്ട് കാണാൻ അറിയാലോ, ഓരോന്നിൻ്റെ റൂട്ടും 0, 1, 4, 9, 16 വരുന്ന 0, 1, 2, 3, 4 അതിൻ്റെ റൂട്ട്. അത്രയുള്ള റൂട്ട് ഫംഗ്ഷനിൽ പറയുന്നത് ഇതിൻ്റെ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സോ അല്ലെങ്കിൽ 0 ആയിരിക്കും. ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം ആദ്യം നമുക്ക്. കൺസിഡർ ദ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഓഫ് ദ ഫോം എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് വെർ ഇ ഈസ് ദ റൂളേഴ്സ് നമ്പർ. അതിൻ്റെ ഫോമാണ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ്. ഇ എന്ന് പറയുന്നത് എന്താണ്, യൂളേഴ്സ് നമ്പറാണ്. ഈ യൂളേഴ്സ് നമ്പർ ഒരു ട്രാൻസെൻഡൽ നമ്പറായിട്ട് അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്നാണ് പറയുന്നത്, 2.71828182 ആണ് ഇത് യൂളേഴ്സ് നമ്പറായിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ഏകദേശ കണക്ക് പ്രകാരം ഇതാണ് അതിൻ്റെ നമ്പർ. ദെൻ സിൻസ് എക്സ് ഈസ് ആൻ എക്സ്പോണൻറ്റ് ആൻഡ് ദ എക്സ്പോണൻറ്റ് ക്യാൻ ബൈ എനി റിയൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻ്റ് ആണ്. ആ എക്സ്പോണൻ്റ് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആകാം. അതേപോലെ തന്നെ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ദ റേഞ്ച് ഈസ് ദ വൈ വാല്യൂ. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എക്സ്പോണൻ്റ് ആണ്, അതെന്തായിരിക്കും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതിൻ്റെ ഡൊമൈനും എന്തായിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വൈൻ്റെ വിലകളായിരിക്കും, വൈൻ്റെ വാല്യൂസ് ആയിരിക്കും. Since the graph never intersect or goes below the x-axis, the y values are not 0 or negative. എന്താ പറയുന്നത്, ഗ്രാഫ് ഒരിക്കലും എക്സ് ആക്സിസിൻ്റെ താഴോട്ട് എക്സ് ആക്സിനെ കടന്നു പോകുകയോ അല്ലെങ്കിൽ എക്സ് ആക്സിൻ്റെ താഴോട്ട് പോകുകയോ ചെയ്യില്ല. ഗ്രാഫ് എന്ത് ചെയ്യില്ല, ഒരിക്കലും എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുക അല്ലെങ്കിൽ എക്സ് ആക്സിനെ താഴോട്ട് പോകുകയോ ചെയ്യില്ല. പിന്നെന്താ പറയണത്, അതുകൊണ്ട് തന്നെ ഈ വൈൻ്റെ വാല്യൂ ഒരിക്കലും 0യോ അതേപോലെ നെഗറ്റീവോ ആകുകയില്ല. എക്സ് ആക്സിസിനെ ഒരിക്കലും കട്ട് ചെയ്ത് പോകുകയോ എക്സ് ആക്സിനോട്ട് താഴോട്ട് പോകുകയോ ചെയ്യൂല. അതുകൊണ്ട് എപ്പോഴും വൈൻ്റെ വാല്യൂ എന്തായിരിക്കില്ല എന്ന് പറയുന്നത്, 0യോ നെഗറ്റീവോ ആയിരിക്കില്ല. വൈ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും എന്നാണ് പറയണത്. ഇറ്റ്സ് ഗ്രാഫ് ഈസ് ഗിവൺ ബിലോ. അതിൻ്റെ ഗ്രാഫാണ്. പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ്, അതിൻ്റെ ഒരു ഗ്രാഫാണ്. ടെക്സ്റ്റിലായി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് പ്ലോട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കുക. ജസ്റ്റ് അടുത്തതാണ് പറയണത് ലോഗാരിത്മിക് ഫംഗ്ഷന്. മൂന്നാമത്തെ ഫംഗ്ഷനാണ് ലോഗാരിത്മിക് ഫംഗ്ഷന്. അതെന്താ നോക്കാം. ദ ലോഗാരിത്മിക് ഫംഗ്ഷൻ സ്ലോസ് ഗോസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി ആസ് ദ വേരിയബിൾ ഇൻക്രീസസ് ആൻഡ് സ്ലോസ് ടു ഗോ ടു ദ നെഗറ്റീവ് ഇൻഫിനിറ്റി ആസ് ഇറ്റ് അപ്രോച്ചസ് 0. 0ൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ലോഗാരിത്മിക് ഫംഗ്ഷന് പോസിറ്റീവ് ഇൻഫിനിറ്റി ആകും. അതിൻ്റെ വേരിയബിൾസ് പോസിറ്റീവ് ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ അതിൻ്റെ വേരിയബിൾ ഇൻക്രീസ് ചെയ്യും. നെഗറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ അത് എപ്പോഴായിരിക്കും, 0ക്ക് എത്തുമ്പോഴും ആയിരിക്കും. എ ഫംഗ്ഷൻ ഗിവൺ ബൈ y ഈക്വൽ ടു ലോഗ് ബേസ് ബി ഓഫ് എക്സ് വെർ ബി ഈസ് എനി നമ്പർ. നമ്മളൊരു ഫംഗ്ഷൻ പറഞ്ഞു, ലോഗ് y ഈക്വൽ ടു ലോഗ് ബേസ് ബി ഓഫ് എക്സ്. അതിൽ ബി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ, ബി എന്തായിരിക്കണം, ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതേപോലെ ബി നോട്ട് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഈ മൂന്ന് സംഭവങ്ങൾ എങ്ങനെയാണ്, ബി ഗ്രേറ്റർ ദാൻ 0, ബി നോട്ട് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ബി ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0, ബി നോട്ട് ഈക്വൽ ടു 1. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്, ലോഗാരിത്മിക് ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ ഈസ് റീഡ് ലോഗ് ബേസ് ബി ഓഫ് എക്സ്. എന്താണ് ഇതിനെ പറയുന്ന പേരാണ് ഇത്, ലോഗാരിത്മിക് ഫംഗ്ഷന്. നമ്മൾ ആ ലോഗിനെ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ലോഗ് ബേസ് താഴെ കൊടുത്തിരിക്കുന്നത്, അതിനെ ബേസ് ബി ഓഫ് എക്സ് എക്സ് മുകളിലേക്കും കൊടുത്ത് അങ്ങനെയാണ് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. ദിസ് ഗ്രാഫ് ക്രോസസ് ദ എക്സ് ആക്സിസ്. ഈ ഗ്രാഫിൽ എങ്ങനെയാണ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യണത് 1, 0 എന്നുള്ള പോയിന്റിലാണ്. അതേപോലെ ബി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദ ഗ്രാഫ് എങ്ങനെയാണ്, 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1. അതായത് ബി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഗ്രാഫ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കൂടാതെ എക്സ് ആക്സിസിനെ 1.0 എന്ന് പറയുന്ന പോയിന്റിൽ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ബി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഗ്രാഫ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വൈ കൂടാതെ തന്നെ അവിടുത്തെ എക്സ് ആക്സിസ് 1.0 എന്നുള്ള പോയിന്റിൽ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു എന്നാണ് പറയണത്. അപ്പോൾ ലോഗാരിത്മിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
ലോഗാരിത്മിക് ഫംഗ്ഷന് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ അവിടെ വേരിയബിൾ ഇൻക്രീസ് ചെയ്യും, ആൻഡ് സ്ലോലി ഗോസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി എത്തുന്നത് എവിടെയാണ്? സീറോക്ക് എത്തുമ്പോഴാണ്. ആ ഫംഗ്ഷന് ബി ഗ്രേറ്റർ ദാൻ, അതായത് ഫംഗ്ഷൻ ആയിട്ടുള്ള y = ലോഗ് ബേസ് ബി ഓഫ് എക്സ്, അതിൽ ബി ഗ്രേറ്റർ ദാൻ 0, ബി നോട്ട് ഈക്വൽ ടു 1, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ലോഗാരിത്മിക് ഫംഗ്ഷൻ എന്ന്. അവിടെ ബി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ തന്നെ എക്സ് ആക്സിസ് 0, 1 അല്ല 1, 0 എന്നുള്ള പോയിന്റിൽ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് അതിൻ്റെ കുറച്ച് അതെന്താ പറയുന്നത്? ലോഗാരിത്മിക് ഫംഗ്ഷനത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, ഒരിക്കലും എന്തല്ല? 0 അല്ല. ആൻഡ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. പിന്നെന്താ പറയണത്? ഇതിൻ്റെ പിന്നെ അതിനെ ഗ്രാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൊമൈന് 0, ഇൻഫിനിറ്റിയും അതിൻ്റെ റേഞ്ച് നെഗറ്റീവ് ഇൻഫിനിറ്റിയും അതേപോലെ ഇൻഫിനിറ്റിയും, എക്സ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് 1, 0 എന്നുള്ളതിലാണ്. പിന്നെ ഇൻക്രീസ് ചെയ്യുക ചെയ്യണത് എന്ത്? ബി ഗ്രേറ്റർ ദാൻ 1 ആണ് ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുക ചെയ്യണത്. അത് വെച്ചിട്ടുള്ളൊരു ഗ്രാഫാണ് നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഫങ്ഷൻ്റെ ടൈപ്സുകൾ, ഗ്രാഫിക് ഫങ്ഷൻസിൻ്റെ ടൈപ്സുകൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? സ്ക്വയർ റൂട്ട്, അപ്പം ലാസ്റ്റ് പറഞ്ഞ 3 എന്താണ്? സ്ക്വയർ റൂട്ട് ഫംഗ്ഷന്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്, അതേപോലെ തന്നെ ലോഗാരിത്മിക് ഫംഗ്ഷൻ. ഇങ്ങനെ 3 നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? അടുത്തൊരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് റിലേറ്റഡ് ടു ബിസിനസ് ആൻഡ് എക്കണോമിക്സ്. നമ്മളിപ്പോൾ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്മൾ ബിസിനസ്സിലും എക്കണോമിക്സിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇത് യൂസ് ചെയ്യണത്, എവിടെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യങ്ങളുള്ളത്, അതിനെക്കുറിച്ചാണ് അടുത്തത് പറയണത്. ഫങ്ഷൻസ് റിലേറ്റഡ് ടു ബിസിനസ് ആൻഡ് എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വണ്ണാണ് എന്ത്? ഡിമാൻഡ് ഫങ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ എന്താ നമുക്കറിയാം. നമ്മൾ സപ്ലൈനും ഡിമാൻഡിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. +1 +2 ഡിഗ്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള, +1 +2 നമ്മൾ പഠിച്ചിട്ടുള്ള ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്, അതേപോലെ സപ്ലൈ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, അതായത് വിലയുടെ പ്രൈസിന്റെ ഒരു ഫംഗ്ഷൻ ആണ് അത് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫോർ ഈച്ച് പ്രൈസ് ലെവൽ ഓഫ് എ ഗുഡ് ദർ ഈസ് എ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ദാറ്റ് കൺസ്യൂമർ വിൽ ഡിമാൻഡ്. ഓരോ ലെവല് പ്രൈസ് ഓഫ് എ ഗുഡിനും അതിന് വേണ്ടിയിട്ടുള്ള കൺസ്യൂമർ അത് നൽകുന്ന ഡിമാൻഡ്, ആ പ്രൊഡക്റ്റിന് വേണ്ടി കൺസ്യൂമർ കൊടുക്കുന്ന ഡിമാൻഡ്, അതിനെക്കുറിച്ചാണ് എന്ത്? ഡിമാൻഡ് ഫംഗ്ഷൻ പറയണത്. ഇഫ് പി ഈസ് ദ പ്രൈസ് പെർ യൂണിറ്റ്, പി എന്ന് പറയണത് ആ ഒരു യൂണിറ്റ് ഓഫ് ഗുഡ്, ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയണത് അതിൻ്റെ എന്താണ്? ഡിമാൻഡ് ആണ്. ഡിമാൻഡ് ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ, ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ എന്താക്കി എഴുതാം? എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിമാൻഡ് ഫംഗ്ഷൻ എഴുതാം. വേർ എക്സ്, അവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. പി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതേപോലെ തന്നെ ഇത് നെഗറ്റീവ് ആൻഡ് ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസ് ആൻഡ് ഡിമാൻഡിനോട്ട് ഇത് നെഗറ്റീവ് ആൻഡ് ലീനിയർ റിലേഷൻ ആണ്. അപ്പൊ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്തൊക്കെയാ പറഞ്ഞത്? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ലെവൽ ഓഫ് ഗുഡ്, ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ അതിനുള്ള ഡിമാൻഡിനെയാണ് എന്ത്? ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ നൽകുന്ന പ്രൈസ്, അതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യണ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യണ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്? ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രൈസും ഡിമാൻഡും എന്താണ്? പരസ്പരം കണക്റ്റ് ആണ്. പ്രൈസും ഡിമാൻഡും എന്താണ്? പരസ്പരം കണക്റ്റ് ആണ്. അതേപോലെ തന്നെ പ്രൈസ് കൂടുമ്പോൾ അതിനോടുള്ള ഡിമാൻഡും എന്ത് ചെയ്യും? കൂടും. പ്രൈസ് കുറയുമ്പോൾ അതിനുള്ള ഡിമാൻഡും എന്ത് ചെയ്യും? കുറയും. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ നമ്മൾ ആൾക്കാർ എന്ത് ചെയ്യും? അതിനുള്ള ഡിമാൻഡും എന്ത് ചെയ്യും? കൂടും. ആ പ്രൈസിന് പ്രൊഡക്റ്റ് കുറയുകയാണെങ്കിലുള്ള ഡിമാൻഡും കുറയും. ഒരു ഉൽപ്പന്നത്തിന്റെ ഓരോ വില നിലവാരത്തിനും അതിന്റെ കൺസ്യൂമർ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഓരോ പ്രൊഡക്റ്റിനും അതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ ആവശ്യപ്പെടുന്ന ഒരു റേറ്റ് ഉണ്ടാകും. അതിനുള്ളൊരു ഡിമാൻഡും ഉണ്ടായിരിക്കും. അപ്പൊ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിന്റെ ഒരു ഫംഗ്ഷനാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സപ്ലൈ. ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എഴുതാന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി എന്ന രീതിയിലാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ എഴുതുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് സപ്ലൈ ഫംഗ്ഷൻ. സപ്ലൈ ഫംഗ്ഷൻ എന്താ? സപ്ലൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എ പ്രൈസ്. നമ്മൾ പറഞ്ഞ ഡിമാൻഡും പ്രൈസിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, സപ്ലൈയും പ്രൈസിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ്. എന്താണ്? ഫോർ ഈച്ച് പ്രൈസ് ലെവൽ ഓഫ് എ ഗുഡ് ദർ ഈസ് എ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ എ പ്രൊഡ്യൂസർ.
ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഔട്ട്പുട്ടിൻ്റെ വിലക്ക് അതിനനുസരിച്ച് സപ്ലയർ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡ്യൂസർ ഒരു ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഓരോ വില നിലവാരത്തിനും ഒരു പ്രൊഡ്യൂസർ വിതരണം ചെയ്യുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. എന്താ പറയുന്നത്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഓരോ യൂണിറ്റ് ഓരോ വില നിലവാരത്തിനും അതിൻ്റെ സപ്ലയർ സപ്ലൈ ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഉണ്ട്. അതാണ് എന്ത്, സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓരോ വിലക്കും അതിൻ്റെ പ്രൊഡ്യൂസർ സപ്ലൈ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ദെൻ ഇഫ് പി ഇസ് ദ പ്രൈസ് ഓഫ് പി അതിൻ്റെ പ്രൈസ് ആണ്. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ സപ്ലൈ, ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഗുഡിൻ്റെ സപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ സപ്ലൈ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക, എക്സ് ഈക്വൽ ടു ജി ഓഫ് പി. പി എന്ന് പറയുന്നത് പ്രൈസ്, എക്സ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിന്റെ സപ്ലൈ. അങ്ങനെയാണ് എക്സ് ഈക്വൽ ടു പി ജി ഓഫ് പി എന്ന രീതിയിലാണ് നമ്മൾ അതിനെ ആ ഫംഗ്ഷനെ ടൈപ്പ് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്, പി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. പോസിറ്റീവ് ആൻഡ് ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ, പ്രൈസും സപ്ലൈയും പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അടുത്തൊരു ഹെഡിങ് ആണ് കോസ്റ്റ് ഫംഗ്ഷൻ. നമുക്ക് കോസ്റ്റ് ആണ്, കോസ്റ്റ് എന്തൊക്കെ കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, ആ കോസ്റ്റ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അതെന്തൊക്കെ കാരണത്താലും അതെന്ത് ചെയ്യില്ല, ചേഞ്ച് വരില്ല. കോസ്റ്റ്, ആ ചെലവ് നമുക്ക് എപ്പോഴും എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ വേരിയബിൾ കോസ്റ്റിന്റെ റേറ്റ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അത് ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വേരിയബിൾ കോസ്റ്റ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇനി നോക്കി, ടോട്ടൽ കോസ്റ്റ് ഇസ് സം ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ, ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്, അത് ഫിക്സ്ഡ് കോസ്റ്റിന്റെയും വേരിയബിൾ കോസ്റ്റിന്റെയും സമ്മാണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. Then fixed cost is the sum of all cost that is independent of the level of output. ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് സ്വതന്ത്രമായിട്ടുള്ള എല്ലാ കോസ്റ്റും എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് സ്വതന്ത്രമായിട്ടുള്ള എല്ലാ കോസ്റ്റിന്റെയും സമ്മാണ് എന്ത്, ഫിക്സ്ഡ് കോസ്റ്റ്. അതായത് റെന്റ്, സാലറീസ് ഓഫ് പെർമനന്റ് വർക്കേഴ്സ്. റെന്റ്, ഒരു ബിൽഡിംഗ് നമ്മൾ റെന്റ് കൊടുക്കണത്, നമ്മൾ എന്തെങ്കിലും ബിസിനസ് നടത്തുകയാണെങ്കിൽ അവിടെയുള്ള ബിൽഡിംഗ് നമ്മൾ റെന്റ് കൊടുക്കണത് അതെന്താണ്, റെന്റ് ഫിക്സ്ഡ് ആണ്. അതേപോലെ തന്നെ അവിടെ സ്ഥിരമായിട്ടുള്ള വർക്കേഴ്സിന്, പെർമനന്റ് വർക്കേഴ്സിന് കൊടുക്കുന്ന സാലറി, അതൊക്കെ എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റിൽ വരുന്നതാണ്. എപ്പോഴും ഫിക്സ് ആയിരിക്കുന്നത്, ആ ചെലവുകൾ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും, മാറിക്കൊണ്ടിരിക്കില്ല. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ത്, വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഔട്ട്പുട്ട്. അതായത് നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ ഉൽപാദനത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എന്ത്, ആശ്രയിച്ചിരിക്കുന്നതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, അത് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് ഇൻക്രീസ് ഇട്ടാൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് വൈസ് വേഴ്സ. എന്താണ്, അത് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റും ഡിക്രീസ് ചെയ്യും. ഒന്നൊന്നിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വേരിയബിൾ കോസ്റ്റ് എന്താണ്, ഡിപ്പെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് അല്ല. ഫിക്സഡ് കോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആണ്, അതൊന്നൊന്നിനെ എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. അതിനെപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ദെൻ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആണ്, അത് ഒന്നൊന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് വൈസ് വേഴ്സ. അതായത് വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റും ഡിക്രീസ് ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് റോ മെറ്റീരിയൽ, സാലറീസ് ഓഫ് ടെമ്പററി വർക്കേഴ്സ്. അതായത് താൽക്കാലിക തൊഴിലാളികളും അതേപോലെ തന്നെ റോ മെറ്റീരിയൽസിന്റെ ഒക്കെ ക്യാഷ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. താൽക്കാലികമായിട്ടുള്ള വർക്കേഴ്സിനും കൊടുക്കുന്ന സാലറിയിൽ എന്ത് ഉണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അതാണ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും കൂടി ടോട്ടൽ ആണ് എന്ത്, കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് സം ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് ആണ്, അടുത്തതൊന്നാണ് എന്ത്, റവന്യൂ ഫംഗ്ഷൻ. റവന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റവന്യൂ ഫംഗ്ഷൻ ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ കോമഡിറ്റി ആൻഡ് ഔട്ട്പുട്ട് സോൾഡ്. നമ്മൾ വിൽക്കുന്നതും അതേപോലെ നമ്മൾ വിൽക്കുന്ന ഔട്ട്പുട്ടും അതേപോലെ തന്നെ നമ്മളടുത്തുള്ള കോമഡിറ്റി, പ്രൈസ് ഓഫ് ദ കോമഡിറ്റി, നമ്മളടുത്തുള്ള കോമഡിറ്റിന്റെ വിലയും നമ്മൾ വിൽക്കുന്നതും തമ്മിലുള്ള ഒരു റിലേഷനെയാണ് എന്ത്, റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ പറഞ്ഞാൽ എന്താണ്, വരുമാനമാണ്. നമ്മൾ കൊടുക്കുന്നതും അതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, വരുമാനം എന്ന് പറയുന്നത്. എക്സ് യൂണിറ്റ്സ് ഓഫ് ആൻ ഔട്ട്പുട്ട് ആർ സോൾഡ് അറ്റ് എ പ്രൈസ് പി പെർ യൂണിറ്റ്. ദെൻ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുക, ആർ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പി. അതായത് യൂണിറ്റ് പി വിലയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണത്, എക്സ് എന്നുള്ള ഔട്ട്പുട്ട് യൂണിറ്റ് പി എന്ന റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, സെയിൽ ചെയ്യണത്.
അപ്പോൾ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് ഒരു കോമഡിറ്റിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ വിലയും അതേപോലെ തന്നെ അത് നമ്മൾ വിൽക്കുന്നതും തമ്മിലുള്ളൊരു റിലേഷനാണ് റവന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് പ്രോഫിറ്റ് ഫംഗ്ഷന്. പ്രോഫിറ്റ് ഫംഗ്ഷൻ നമുക്കറിയാം. പ്രോഫിറ്റ് എങ്ങനെയാണ്? നമ്മുടെ റവന്യൂ മൈനസ് കോസ്റ്റ്, നമുക്ക് കിട്ടിയ വരുമാനം, അതായത് വരുമാനം നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ വിറ്റതിൽ നിന്നും നമുക്ക് കിട്ടിയത്, ചെലവായതല്ല നമുക്ക് കിട്ടിയത്, അതാണ് റവന്യൂ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ വരുമാനം. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ചെലവ്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ആദ്യം കിട്ടിയതിൽ നിന്നും നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക, നമ്മുടെ ചെലവുകൾ കൊടുക്കുക, അതിൽ നിന്നും ബാക്കി കിട്ടുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ്. റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. പ്രോഫിറ്റ് ഫംഗ്ഷൻ ഈസ് ഡിറൈവ്ഡ് ബൈ കൺസിഡറിങ് പ്രോഫിറ്റ് ഏൺഡ് ആൻഡ് പ്രൈസസ് ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ നമുക്ക് പ്രോഫിറ്റ്, നമ്മുടെ ഇൻപുട്സും ഔട്ട്പുട്സും ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണെന്ത്, നമുക്ക് കിട്ടിയ റവന്യൂ ആണെന്ത് പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. If R of x and C of x to be total revenue and total cost function respectively. R of x എന്താണ് total revenue and C of x എന്ന് പറയുന്നത് total cost. അപ്പോൾ നമുക്ക് അതിന് പ്രോഫിറ്റ് എങ്ങനെ കാണാം? പ്രോഫിറ്റ് എങ്ങനെ കാണുന്നത്? പ്രോഫിറ്റ് P of x equal to total revenue R of x minus total cost C of x. മനസ്സിലായില്ലേ? നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മളെങ്ങനെ കാണാം? റവന്യൂ നിന്നും നമുക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്നും കോസ്റ്റ്, ചെലവായത് എത്രയെങ്കിൽ അത് കുറച്ചിട്ട് പിന്നുള്ളതാണ് നമ്മുടെ ലാഭം, പ്രോഫിറ്റ് എന്ന് പറയണത്. പിന്നെ ഒരു ഹെഡിങ് പറയുന്നത് എന്താണ്? ഇഫ് ദ പോയിന്റ് where revenue from sales equal to the cost of production. അതായത് ഒരു പോയിന്റ് നമുക്കറിയാം, ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ അവിടെ എന്താണ് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു സീറോ. അതിനകത്ത് എന്താണ്? അവിടെ റവന്യൂ കോസ്റ്റ് എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് കൂടുതലും ഇല്ല കുറവുമില്ല, ഒരു സെയിം റേഞ്ചിൽ നിൽക്കണം. അവിടെ എന്താണ്? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്താ പറയുന്നത്? റവന്യൂ ഫ്രം സെയിൽസ്, നമുക്ക് സെയിൽസ് നമ്മൾ വിറ്റലിൽ നിന്നും കിട്ടിയ വരുമാനം, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമുക്ക് വന്ന പ്രൊഡക്ഷൻ, നമുക്ക് വന്ന ചെലവും, നമുക്ക് കിട്ടിയ വരുമാനം, നമുക്ക് വന്ന ചെലവും രണ്ടും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ്. ആ ഒരു പോയിന്റിൽ, ബ്രേക്ക് ഇവൻ പോയിന്റിൽ നമുക്ക് ലാഭമല്ല നഷ്ടമല്ല, അങ്ങനെയുള്ള പോയിന്റ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അവിടെ എന്താണ്? റവന്യൂ ഫ്രം സെയിൽസ്, നമുക്ക് വിറ്റതിൽ നിന്നും കിട്ടിയ വരുമാനം, നമുക്ക് വന്ന ചെലവും രണ്ടും എന്താണ്? ഒന്നാണ്. അവിടെയുള്ള ഒരു പോയിന്റ് പറയുന്ന പേരാണത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന്. അതിന് പ്രോഫിറ്റും ഇല്ല, അതേപോലെ തന്നെ ലോസും ഇല്ല. അവിടെ എന്താണ്? പ്രോഫിറ്റ് ഈക്വൽ ടു സീറോ ആയിരിക്കും, ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല, ഒക്കെ എന്താണ്? സെയിം ആണെന്നാണ് പറയണത്. ദെൻ അടുത്തൊന്നാണ് കൺസംഷൻ ഫംഗ്ഷൻ. ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് കൺസംഷൻ ഫംഗ്ഷന്. കൺസംഷൻ ഫംഗ്ഷൻ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? വൈ ഡിനോട്ട്സ് ടോട്ടൽ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിനെ ഡിനോട്ട് ചെയ്യണത് വൈ വെച്ചാണ്. അത് ഏത് ഫോമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്? C equal to F of y ആണത് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് പ്രൊപ്പോസ് ദാറ്റ് കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണത് കൺസംഷൻ. നമ്മൾ എന്താ ചെലവഴിക്കുക. ഇഫ് C denotes ടോട്ടൽ കൺസംഷൻ ഇൻ ആൻ എക്കണോമി, ഒരു എക്കണോമി ചെലവഴിച്ചിട്ടുള്ള ഫുൾ ആയിട്ടുള്ള ഒന്നിനാണ് എന്താണ്? C ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഫുൾ ചെലവഴിച്ചിട്ടുള്ള മൊത്തം ചെലവഴിച്ചിട്ടുള്ളതിന് നമ്മൾ C ആയിട്ട് ഡിനോട്ട് ചെയ്യുക. അതേപോലെ തന്നെ വൈനെ നമ്മൾ ടോട്ടൽ നാഷണൽ ഇൻകം ആയിട്ട് ഡിനോട്ട് ചെയ്താൽ ഈ കൺസംഷൻ ഫംഗ്ഷൻ ഏത് ഫോമിലായിരിക്കും എഴുതുക? C equal to F of y എന്നുള്ള ഫോമിലാണ്. അതിനെ പറയുന്ന പേരാണ് കൺസംഷൻ ഫംഗ്ഷന്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻസ് റിലേറ്റഡ് ടു ബിസിനസ് ആൻഡ് എക്കണോമിക്സിൽ കുറച്ച് ടോപ്പിക്സ് പറഞ്ഞു. ബിസിനസ് എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ്? ഡിമാൻഡ് ഫംഗ്ഷന്, സപ്ലൈ ഫംഗ്ഷന്, കോസ്റ്റ് ഫംഗ്ഷന്, റവന്യൂ ഫംഗ്ഷന്, പ്രോഫിറ്റ് ഫംഗ്ഷന് ആൻഡ് കൺസംഷൻ ഫംഗ്ഷന്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടെ നമ്മുടെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ കഴിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആൻഡ് ലൈവ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. വാട്സാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗട്ടുകൾ ചോദിക്കുക. എന്തെങ്കിലും നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ.